ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم: رضا الله في رضا الوالدين سخط الله في سخط الوالدين. صدق رسول الله صلى الله عليه وسلم. لأمك حق إن علمت كثير كثيرك يا هذا لديه يسير وكم ليلة لاقت لثكليك تشتهي لها من جواها أنة وزفير وفي الوضع لا تدري عليها مشقة فمن أسس منها الفؤاد يطير. علم أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. മുത്തു ഹബീബേ മൂലപ്പാലം നോട്ടീവ വളർത്തിയ പൊൻഹലീമ പോറ്റിയ പൊൻഹലീമ മുന്തിരി പൂവിന് പൊന്നാരി ചാത്തിമ കദിമണി ഹലീമ മഹിള മണി ഹലീമ മുത്തു ഹബീബേ മൂലപ്പാലം നോട്ടി വളർത്തിയ ഹലീമ പോറ്റിയ ഹലീമ മുന്തിരി പൂവിനെ പുന്നാരി ചാട്ടി മഹദി മണി ഹലീമ മഹിള മണി ഹലീമ പെറ്റിടാതും മാവുന്നായി മടി പറ്റി കിടക്കുകയായി പെറ്റിടാതുമ്മ ഒന്നായി മടി പറ്റി കിടക്കുകയായി പരിമളമുത്തിനെ കണ്ടെത്തി താരാട്ടാൻ പെരിയോൻ കനിഞ്ഞുള്ള പൊൻഹലീമ പരിശുദ്ധ സൗഭാഗ്യവതി ഹലീമ മുത്ത്
മുത്തു ഹബീബെ മൂലപ്പാലം നോട്ടി വളർത്തിയ പൊൽഹലീമ പോറ്റിയ പൊൽഹലീമ താരാട്ട് പാടി വളർത്തി മലർ താഹായലാളിച്ചു മുത്തി താരാട്ട് പാടി വളർത്തി മലർ താഹായലാളിച്ചു മുത്തി താഴത്തും തണലിലും വെക്കാതെ സ്നേഹത്താൽ കൊണ്ടു നടന്നലീമാ സ്വർഗപ്പൂങ്കൊള്ളും പൊൽഹലീമാ മുത്തു ഹബീബെ മൂലപ്പാലം നോട്ടി വളർത്തിയ പൊൽഹലീമാ പോറ്റിയ പൊൽഹലീമാ മുന്തിരി പൂവിനെ പുന്നാരി ചാറ്റി മഹദി മണി ഹലീമാ മഹിള മണി ഹലീമാ ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ മഹല്ല് ട്രഷറർ അസീസ് കുന്നോത്ത് അവറുകൾ, ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയമായ ഈ മജ്ലിസിന്റെ സന്തോഷത്തിൽ കടന്നിരിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടത്തെ മുദർരിസ് ഖത്തീബ് ഉസ്താദ് അവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് കാലം ഒരുപാട് മക്കളെ അള്ളാഹുവിന്റെ ദീനിന്റെ മേഖലകളിൽ സന്തോഷത്തിന്റെ സാക്ഷാത്കാരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, മാഷുൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, സഹോദര സഹോദരിമാർ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു ഇഷ്ടപ്പെട്ടു പോയ, അള്ളാഹുവിന്റെ മാലാകമാർ ഇഷ്ടപ്പെട്ടു പോയ, ഔലിയാക്കളുടെ ഉത്തംഗമായ സ്വഭാവത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖ് അലിയുൽ കൂഫി റഹിമഹുള്ളയുടെ ഉറൂസിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ കടന്നിരിക്കുന്ന ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലായ കാമിലായ ശിഫ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിന്റെ എല്ലാവിധമായ ആനുകൂല്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് ഉംറ കഴിഞ്ഞ് ഇവിടത്തേക്ക് എത്തിയത്. അൽഹംദുലില്ലാഹ്, എൻ്റെ കൂടെ ഉംറയ്ക്ക് വന്നവർ ഈ സദസ്സിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാട്ടുകാരും കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും അള്ളാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ആമുഖങ്ങളൊന്നും പറയാതെ വിഷയത്തിലേക്ക് തന്നെ ഇൻഷാ അല്ലാഹ് കടക്കുകയാണ്. നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ എനിക്കും ബുദ്ധിമുട്ടില്ലാതെ ഇൻഷാ അല്ലാഹ് നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ ഈ ഒരു സദസ്സ് ഉറങ്ങരുത്. സ്വലാത്താണ് നമ്മുടെ മരുന്ന്, സ്വലാത്താണ് നമ്മുടെ വിജയം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദ് സ്റ്റാൻഡ് ഒന്ന് പൊക്കണമായിരുന്നു ചെറുതായിട്ട്.
ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഒന്നോടെ ചൊല്ലി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിനെ മുഴുവനും പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് വിളിക്കുകയാണ്. എല്ലാ സ്വഹാബത്തും ഹബീബ് വിളിക്കുന്നു എന്നറിഞ്ഞപ്പോ വളരെയേറെ ആവേശത്തോടു കൂടിയിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് അവർ കടന്നു വന്നു. എല്ലാവരും ഇരിക്കുന്ന സമയം ഒരു സ്വഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. ആ സ്വഹാബിയുടെ പേര് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. മഹാനുഭാവനോട് പറഞ്ഞു, ഓ മുആദ് ഇബ്നു ജബൽ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ഒരു ചോദ്യം ഇവിടെ ഇരിക്കുന്ന നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ചോദ്യം നിങ്ങൾ ഒന്നുകൂടെ ചോദിക്കണം. സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടത്തിൽ പ്രമുഖരായ ഒരുപാട് സ്വഹാബത്തുണ്ട്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു മെല്ലെ മെല്ലെ എഴുന്നേറ്റു. എങ്ങനാണ് ഹബീബിന്റെ മുമ്പിൽ വെച്ച്, സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് എങ്ങനാണ് ഞാൻ ചോദിക്കുന്നത്? ഒരു ലജ്ജ പോലെ, ഒരു മടി പോലെ മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പറയാനാണ്? ബഹുമാനപ്പെട്ടവരുടെ എഴുന്നേൽക്കൽ കണ്ടപ്പോ തന്നെ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ, ലജ്ജ വേണ്ട, ഭയം വേണ്ട, നിങ്ങൾ ചോദിച്ചേക്ക്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട്, ഖൽബ് കൊണ്ട്, കൈ കൊണ്ട്, കാലുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾക്ക് അള്ളാന്റെ സ്വർഗം കിട്ടുമോ? അള്ളാഹു ഞങ്ങളുടെ നിസ്കാരത്തെ സ്വീകരിക്കുമോ? അള്ളാഹു ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കുമോ? അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ? വളരെ കറക്റ്റായ ഒരു ചോദ്യം. നമ്മൾ നിസ്കരിച്ചവരാണ്, നമ്മൾ നോമ്പ് നോറ്റവരാണ്, നമ്മൾ സ്വതക്ക ചെയ്തവരാണ്. അലിയുൽ കൂഫി റഹിമഹുല്ലയുടെ മുമ്പിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ വരുന്നവരാണ്. ആഴ്ചയിൽ സ്വലാത്തിന്റെ മജ്ലിസിൽ സംഗമിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മുആദ് ഇബ്നു ജബലേ, നിങ്ങൾ പേടിയില്ലാതെ ലജ്ജയില്ലാതെ ഈ കാണുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടെന്ന് പറയുമോ? ഉടൻ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ അരികിലേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളുടെ മുമ്പിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തലയിലൊന്ന് കൈവെക്കുകയാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ മുആദേ, ഈ കാണുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കുവോ? ഉടൻ തന്നെ വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു ളുഹ്ർ മുടക്കിയിട്ടില്ല നബിയേ, ഒരു അസർ മുടക്കിയിട്ടില്ല നബിയേ, ഒരു ഇശാ മുടക്കിയിട്ടില്ല നബിയേ, ഒരു നന്മകളും ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഇങ്ങനെ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ വിജയമാണോ അതല്ല പരാജയമാണോ? ഒരു നോമ്പോ നിസ്കാരവോ ഒന്നും ഞങ്ങൾ മുടക്കണില്ല. ഇങ്ങനങ്ങ് വിട പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ലഭിക്കുക? അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിച്ചോ എന്ന് എങ്ങനെ അറിയാം? ആ സമയം അവിടുന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ രാജകുമാർ മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുക്കുന്ന ലോകത്തിന്റെ തിരുദൂതരേ,
സർവറേ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ വീടിന്റെ കത്തട്ടില് ബാപ്പയുള്ളവരാരാ, ഉമ്മയുള്ളവരാരാ? സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹു അതിൽ ഭൂരിഭാഗം ആളുകളും കൈ ഉയർത്തുകയാണ്. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ബാപ്പയുണ്ടല്ലോ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഉമ്മയുണ്ടല്ലോ, അവരെ വല്ലാത്ത ഇഷ്ടമാ എന്ന് പറഞ്ഞു സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അവർ നിങ്ങൾ കാരണം കരയുന്നവരാണോ, നിങ്ങൾ കാരണം വേദനിക്കുന്നവരാണോ, നിങ്ങൾ കാരണം വിഷമിക്കുന്നവരാണോ? അങ്ങനത്തെ ഒരവസ്ഥ വന്നാ വല്ലാഹി നിങ്ങളുടെ ഒരു ഇബാദത്ത് പടച്ചവന് വേണ്ട, നിങ്ങളുടെ നോമ്പ് പടച്ചവനിക്ക് വേണ്ട, നിങ്ങളുടെ സക്കാത്ത് പടച്ചവനിക്ക് വേണ്ട, നിങ്ങളുടെ ഖുർആൻ ഓതൽ പടച്ചവനിക്ക് വേണ്ട, നിങ്ങളുടെ ഹജ്ജ് പടച്ചവനിക്ക് വേണ്ട, നിങ്ങളുടെ ഉംറ പടച്ചവനിക്ക് വേണ്ട. വീടിന്റെ കത്തട്ടിലുള്ള ഉമ്മയെയും ബാപ്പയെയും ബഹുമാനിക്കാത്തൊരു കാലം വരാനുണ്ട്. അമാ ഇന്നഹു സയകൂ ഒരു കാലഘട്ടം കടന്നവരായിരിക്കുകയാണ്. അത് ഏത് കാലഘട്ടത്തെ പറ്റിയാ പറഞ്ഞെന്നറിയോ? 2025 2026 കാലഘട്ടത്തെ പറ്റിയാണ്. ഉമ്മക്കൊരു ബഹുമാനമില്ലല്ലോ, ബാപ്പക്കൊരു ബഹുമാനമില്ലല്ലോ. പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പർദീസയില് പാറിപ്പറന്നുകൊണ്ട് മക്കള് ദുനിയാവിന്റെ അലോസരത്തിന്റെ ആടക്കടലിലൂടെ ആണ്ടുപോകുമ്പോ അവർക്കും ഉമ്മയാണ്, അവർക്കും ബാപ്പയാണ്. എന്നാൽ സഹോദര, ആ ഇരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പില് എപ്പോഴും ഉമ്മയെ പറ്റി പറയുന്ന, ഉമ്മയുടെ മഹത്വത്തെ പറ്റി പറയുന്ന, ഉമ്മ സ്വർഗമാണെന്ന് പറയുന്ന ലോകത്തിന്റെ മുത്ത് അന്ന് പറഞ്ഞത് ഉമ്മാനെ പറ്റിയല്ലല്ലോ, പിന്നാരെ പറ്റിയാണ്, ബാപ്പയെ പറ്റിയിട്ടാണ്. എപ്പോഴും ഹബീബായ തങ്ങൾ പറയും ഉമ്മ സ്വർഗത്തിലാണ്, ഉമ്മന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇന്ന് നബി തങ്ങള് ആദ്യം പറഞ്ഞൊരു വാക്ക്, ഒരു കാലഘട്ടം വരും, അമ്മാ ഇന്നഹു സയകൂൻ, ഒരു കാലഘട്ടം കടന്നു വരാനിരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഉമ്മയോട് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിലും ബാപ്പയോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടാകും. അത് നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കിയേ, സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഉപ്പയോട് സ്നേഹമില്ലാത്ത മക്കളാണ് എന്നാ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തൊരു ഹദീസുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഞാൻ പറയില്ലല്ലോ. ഒരുപാട് മക്കൾക്ക് ഇൽമിന്റെ ഒരുപാട് സന്തോഷം പറഞ്ഞു കൊടുക്കുന്ന മുദർരിസ് ഉസ്താദ് നമ്മുടെ സദസ്സിലുണ്ടല്ലോ. വജാഅ റജുലുൻ മിൻ ഖുലാ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ മുത്തിനോട് പറയുന്നു, നബിയേ صليت صلوات الخمس وأديت الزكاة وصمت رمضانا وقمت لياليا. കടന്നു വന്ന് മുസ്തഫ നബി തങ്ങളോട് പറയാ, അല്ലാഹു എനിക്ക് എപ്പോഴാണോ പ്രായപൂർത്തി എനിക്ക് തന്നിട്ടുള്ളത് അന്ന് മുതല് ഈ സമയം വരെ ഒരു ളുഹർ ഞാൻ മുടക്കിയിട്ടില്ലല്ലോ, ഒരു അസർ ഞാൻ മുടക്കിയിട്ടില്ലല്ലോ, ഒരു ഇശാ ഞാൻ മുടക്കിയിട്ടില്ലല്ലോ, ഒരു മഗ്രിബ് ഞാൻ മുടക്കിയിട്ടില്ലല്ലോ. വഅദ്ദൈതു സക്കാ, എന്റെ സ്വത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തു വീടുന്നുണ്ട് നബിയേ. വസുന്ദു റമളാന, പരിശുദ്ധമായ റമളാനെന്ന് കടന്നു വന്നാൽ നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് വരാറുണ്ട് നബിയേ. വസുന്ദു, പിന്നെ എവിടെ നിന്ന് പറയാട്, വഖുന്ദു ലയാലിയാ, പാതിരാത്രിയായാൽ നോമ്പ് നോറ്റ ക്ഷീണമെന്ന് മാറുന്നതിന്റെ മുമ്പ്
പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് വരാറുണ്ട്, അവിടെ നിന്ന് നിസ്കരിക്കാറുണ്ട്, തറാവീഹ് നിസ്കരിക്കാറുണ്ട്, തസ്ബീഹ് നിസ്കരിക്കാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. ഇങ്ങനെയെല്ലാം നിസ്കരിച്ചുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് സ്വതക്ക ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാനങ്ങ് വിട പറഞ്ഞാൽ എന്റെ വാസസ്ഥലം എവിടാ നബിയേ? ഉടൻ തന്നെ പറയാണ് കാന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബീന വസ്സുദ്ദീഖീന. ഇങ്ങനൊക്കെ നിസ്കരിച്ച്, ഇങ്ങനൊക്കെ നോമ്പ് നോറ്റ്, ഇങ്ങനൊക്കെ സ്വതക്ക ചെയ്ത് ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയുന്നൊരു വാക്കാണ്, സുദ്ദീഖീങ്ങൾ കിടക്കുന്ന, ശുഹദാക്കൾ കിടക്കുന്ന അള്ളാന്റെ സ്വർഗത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട്. അപ്പൊ ഈ സ്വഹാബി ചിരിച്ചു പറഞ്ഞു, മോനെ ചിരിക്കാൻ വരട്ടെ, നിന്റെ ഉമ്മാനെയും ബാപ്പാനെ നീ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എത്ര നിസ്കരിച്ചെന്ന് പറഞ്ഞാലും നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. കോപം, അള്ളാഹുവിന്റെ കോപം അത് മാതാവിന്റെയും പിതാവിന്റെയും കോപത്തിലാണ്. അള്ളാഹുവിന്റെ പൊരുത്തം അത് മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തത്തിലാണ്. ഇതെന്റെ വാക്കോ ഉസ്താദിന്റെ വാക്കോ അല്ല, ലോകത്തിന്റെ മണിമുത്ത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് കിട്ടുന്നില്ല, ഞാൻ ഒരുപാട് സമയം എടുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആസ്വരം കേൾക്കാത്ത കാതെന്തിനാ, തിരുപാദമേറ്റ മന്തരിയാകാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ. കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ, കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ, ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്നു കാണാൻ മദീന. മദീന കാണാൻ ആഗ്രഹമുള്ളവര്, ഹബീബിനെ സ്വപ്നം കാണാൻ ആഗ്രഹമുള്ളവര് മനസ്സിൽ തട്ടി എന്ന് പറയും നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കണ്ണ് നിറയുന്ന ചരിത്രം ഞാൻ പറഞ്ഞുതരും. വെറുതെ അല്ല, ആ ചരിത്രം മാത്രം പറഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ കൊള്ളായിരുന്നു ഉസ്താദ് നല്ല പാട്ടൊക്കെ പാടി എന്ന് പറയാനല്ല, ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടാൻ പറ്റും നോക്കാനാണ്. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മുത്തവിടം എന്ന് പറയാണ്. അവരെ വെറുപ്പിച്ചു പോയാ നിങ്ങളുടെ ഒരു ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കൂല. പരിശുദ്ധമായ റമദാൻ ഒന്ന് കടന്നു വന്നു പോയാൽ പടച്ചവന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് എത്ര നിസ്കരിച്ചാല്, എത്ര നോമ്പ് നോറ്റാല്, എത്ര സ്വതക്ക ചെയ്താല്, എത്ര സക്കാത്ത് കൊടുത്താല്, പല പ്രാവശ്യം മറിയിൽ കൂഫി റഹിമഹുല്ലയുടെ മുമ്പില് മനസ്സു പൊട്ടിയിട്ട് കരഞ്ഞിട്ട് സങ്കടപ്പെട്ടു വന്നാല്, നിസ്കാരം അല്ലാഹ് നിസ്കരിച്ചുകൊണ്ട് ഈമാനിന്റെ മാധുര്യത്തോടെ വന്നാല് അലിയിൽ കൂഫി റഹിമഹുല്ല നിങ്ങളെ സ്വീകരിക്കണോ? അല്ലാഹുവേ, വീടിന്റെ ഘട്ടത്തിലുള്ള ഉമ്മയുടെ ബാപ്പയുടെ സ്നേഹമില്ലെങ്കിൽ അവര് പോലും നിങ്ങളെ സ്വീകരിക്കൂല, അവര് നിങ്ങളെ ഇഷ്ടപ്പെടൂല. അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു വാക്കുണ്ട്, അനബരീ, ഉമ്മാന ബാപ്പാന മറന്നവനാരാ, അവരെ ഉപേക്ഷിച്ചവനാരാ, എനിക്കവനെ വേണ്ട. എന്നാൽ അവിടെ നിന്ന് പഠിച്ചുകൊള്ളുക, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ല മുആദേ, ഒരു കാലഘട്ടം കടന്നു വരുമ്പോ ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുക്കുന്ന മക്കളുണ്ടാകും, ഉമ്മയെ സന്തോഷിപ്പിക്കുന്ന മക്കളുണ്ടാകും, ഉമ്മയുടെ അരികത്തിരിക്കുന്ന മക്കളുണ്ടാകും. എന്നാലോ വർഷങ്ങളോളം പ്രവാസ ലോകത്ത് കടന്നുപോയി, 6 കൊല്ലവും 7 കൊല്ലവും 16 കൊല്ലവും ജോലി നോക്കിയിട്ട് അവസാനം വീട്ടിലേക്കൊന്ന് കടന്നു വന്ന പിതാവുണ്ടല്ലോ, ആ ബാപ്പയോട് സ്നേഹമില്ലാത്ത മക്കളുടെ കാലഘട്ടം വരാൻ ഇരിക്കുന്നു സഹാബ. അതൊന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഉമ്മയുണ്ടാക്കി തരുന്ന ഭക്ഷണം വായ്ക്ക് രുചിയോടുകൂടി കഴിക്കുമ്പോഴും അല്ലാഹുവേ
ഈ ഒരു ഭക്ഷണം ഞാൻ കഴിക്കുമ്പോ ഇതിന്റെ പിന്നിൽ സങ്കടപ്പെട്ടു പോയ, ഇതിന്റെ പിന്നിൽ വിഷമിച്ചു പോയ എന്റെ ഉപ്പയുണ്ടല്ല അല്ലാ, എന്റെ ഉപ്പാനെ ഓർത്തിട്ടില്ല അല്ലാ. ഉപ്പ ചെയ്ത ത്യാഗങ്ങൾ അറിയണം ചെറുപ്പക്കാരാ. എന്തിനാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് കാണാൻ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയാണ്, അലിയേ എനിക്കൊരു ബാപ്പയുണ്ട്, എന്റെ ബാപ്പയോട് എനിക്കൊരു സ്നേഹമില്ലല്ലോ, എന്റെ ബാപ്പയോട് എനിക്കൊരു ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും എന്റെ ബാപ്പയോട് സ്നേഹം വരാൻ, എന്റെ ബാപ്പയോടൊന്ന് മിണ്ടാൻ, എന്റെ ബാപ്പയോടൊന്ന് സംസാരിക്കാ, എന്തെങ്കിലും ഒന്ന് പറയുമോ? ഉടൻ തന്നെ അലിയാർ തങ്ങൾ പറയാ, മോനം ഇരിക്കാമോ? വീടിന്റെ കത്തട്ടിൽ ഇരിക്കാൻ പറഞ്ഞ് അലിയാർ തങ്ങൾ കടന്നു പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാ. 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് കടന്നു വന്നിട്ട് പറയാ, മോനെ ഞാൻ പറയുന്നത് പോലെ ചെയ്യാമോ? നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുക. നാളെ നേരം വെളുത്താൽ നിന്റെ ബാപ്പ ജോലിക്ക് പോകാ ഒരുങ്ങുമ്പോ ബാപ്പ കാണാതെ ബാപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കൊന്ന് കടന്നു പോകുമോ? ബാപ്പ കാണാൻ പാടില്ലല്ലോ. സുബഹ് നിസ്കാരം കഴിഞ്ഞ് ചെറുപ്പക്കാരന്റെ പിതാവ് മദീനത്തുള്ള ഒരു തോട്ടത്തിലേക്ക് കടന്നു പോകുന്നൊരു സമയമാ. വാപ്പ കാണാതെ വെള്ളമെടുക്കുന്നുണ്ട്, വാപ്പ കാണാതെ ഭക്ഷണമെടുക്കുന്നുണ്ട്. വാപ്പ അറിയാതെ വാപ്പയുടെ പിന്നാലെ നടക്കുമ്പോ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടില് ഭക്ഷണം കൊണ്ടുവച്ച പിതാവ്, വെള്ളം കൊണ്ടുവച്ച പിതാവ്, മകൻ മറ്റേ ഈത്തപ്പന മരത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ അങ്ങ് കയറിയിട്ട് ഈന്തപ്പന കുലകളെ താഴേക്ക് അടർത്തി വെക്കുകയാണ്. എല്ലാം അടർത്തി വെച്ച് അടുക്കി വെക്കുമ്പോ പെട്ടെന്ന് പിതാവിന്റെ കാല് തട്ടിയിട്ട് ഈന്തപ്പന കുലകൾ മുഴുവനും മറിഞ്ഞു വീഴുമ്പോ തോട്ടത്തിന്റെ മുതലാളി ഇത് കണ്ടിട്ട് ഒരൊറ്റ അടിയാ കവിൾത്തടത്തിൽ പാട് കാണുകയാണ്. പടച്ചവനെ, അടികൊണ്ട് കവിടന്ന് കവിള് ചുമക്കുകയാണ്. സങ്കടത്തോട് ഓടിയിട്ടിരിക്കുമ്പോ ബാപ്പയുടെ കൂടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ ആ പിതാവിനോട് ചോദിക്കുകയാണ്, താടി നരച്ചല്ലോ, ശരീരം ചുക്കിച്ചുളഞ്ഞല്ലോ, വീടിന്റെ കത്തട്ടിൽ ഇരിക്കേണ്ടുന്ന സമയമാ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയം കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ വേദനിക്കുന്ന ഹൃദയത്തോടെ ആ വാപ്പ പറഞ്ഞ ഒരു വാക്കുണ്ട്, അല്ലാഹു എനിക്കൊരു മകനെ തന്നിട്ടുണ്ട്, അവന് ജോലിയില്ലല്ലോ, അവൻ വീട്ടിന്റെ ഉള്ളിൽ പട്ടിണിയാട്. ഞാൻ അവിടുന്ന് വിവാഹം കഴിഞ്ഞിട്ട് 16 കൊല്ലത്തിന് ശേഷം അല്ലാഹു എനിക്ക് തന്ന ഒരു പൊന്നുമകനാ. ആ പ്രിയപ്പെട്ട പുന്നാര മകൾ പട്ടിണി കിടന്ന എനിക്കത് സങ്കടമാണ്. അതുകൊണ്ടാ ഞാൻ അവിടുന്ന് ജോലിക്ക് വന്നതെന്ന് പറയുമ്പോ ഈത്തപ്പന മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന പൊന്നുമോ ഓടിപ്പോവുകയാ. തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കവിളത്ത് ഒരു തുരാ മുത്തം കൊടുത്തിട്ട് പറയുന്നു, ഉപ്പാ വല്ലാ, ഇന്ന് മുതൽ എന്റെ ഉപ്പ ജോലിക്ക് പോകണ്ട, ഇന്ന് മുതൽ എന്റെ ഉപ്പ അവിടുന്ന് പണിക്ക് പോകണ്ട, ഈ പുന്നാര മകൻ അവിടുന്ന് ജോലിക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് വീടിന്റെ കത്തട്ടിൽ പോയി ഉമ്മയോട് പറയാ, ഉമ്മാ
നാളെ മുതൽ എന്റെ ഉപ്പ ജോലിക്ക് പോകൂല. ഈ മകനാ ഉമ്മ ജോലിക്ക് പോകുന്നത്. എന്റെ ഉപ്പാന്റെ കൈ എവിടെന്ന് തഴമ്പാട്, എന്റെ ഉപ്പാന്റെ തോളത്തു തഴമ്പാ എന്ന് പറഞ്ഞ് പൊന്നമകൾ ഉപ്പാനെ വീട്ടിലിരിക്കാൻ പറഞ്ഞ് ജോലിക്ക് പോവുകയാണ്. 6 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസം ബാപ്പാക്കൊരു കമീസ് മേടിച്ചു. ആ ഒരു കമീസുമായി വീട്ടിലേക്ക് വരികയാണ്. പടച്ചവനെ, വീടിന്റെ ചാരത്ത് ആളുകൾ ഒരുമിച്ച് ഓടിയിട്ടുണ്ട്. എന്തിന് വന്നതാ, ഏതിന് വന്നതാണെന്നറിയില്ലല്ലോ. അവസാനം പൊന്നുമകൻ വാപ്പാക്ക് മേടിച്ച കമീസുമായിട്ട് ഉപ്പാന്റെ അരികിലേക്ക് എത്തുമ്പോ വാപ്പാന്റെ മുഖത്ത് വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിരിക്കുകയാണ്. ആ വെള്ളത്തുണി അങ്ങ് മാറ്റുമ്പോ പൊന്നുമകന്റെ കണ്ണു നിറഞ്ഞു പോയി. കവിൾത്തടത്തിലൂടെ കണ്ണുനീര് വന്നു പോയി. വാവിട്ടു നിലവിളിച്ചു പോയി. സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞു പോയി. ആ കൊണ്ടുവന്ന കമീസ് അവിടന്ന് കച്ചവടം ചെയ്യുമ്പോ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദിർഹമുകൾ എടുത്തിട്ട് ബാപ്പയുടെ മയ്യത്ത് പൊതിയാന് തുണി മേടിക്കുകയാണ്. ആ തുണി അങ്ങ് മേടിച്ചു. ബാപ്പാനെ കുളിപ്പിക്കാ മകനും കൂടെ കൂടുകയാണ്. കൊണ്ടുവന്ന് കിടത്തിയിട്ട് മകനവിടന്ന് ബാപ്പാന്റെ പുറത്ത് വെള്ളമൊഴിക്കുമ്പോ, ശരീരം തേച്ചിറക്കുമ്പോ ആ കൈ പിടിച്ചിട്ട് കരയുകയാണ്. 17ഓളം ബൈത്തുകളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. കൈ പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ, ഇത്രയും വർഷക്കാലം എനിക്ക് വേണ്ടി പാടുപെട്ട കൈയാണല്ലോ ഉപ്പാ എന്ന് പറഞ്ഞ് കരഞ്ഞ് തളർന്നു പോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, വീടിന്റെ അകത്തട്ടിലുള്ള ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുക്കുമ്പോ, ഉമ്മയോട് സലാം പറയുമ്പോ, ഉമ്മാനെ ഫോണിൽ വിളിക്കുമ്പോ, നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്, എത്രയോ പ്രിയപ്പെട്ട വാപ്പമാരുണ്ട്. ഇന്നത്തെ ദിവസം എന്നെടുത്തു നോക്ക്. ബാപ്പയോട് സലാം പറഞ്ഞ മക്കൾ എത്രയാടോ, ബാപ്പയോട് മിണ്ടിയിട്ടുള്ള മക്കൾ എത്രയാടോ, ബാപ്പയോട് വർത്തമാനം പറഞ്ഞ മക്കളും എത്രയാടോ. അതേ സമയത്ത് ഉമ്മയോട് സംസാരിച്ചല്ലോ, ഉമ്മയോട് മിണ്ടിയല്ലോ, ഉമ്മയോട് കളി പറഞ്ഞല്ലോ, ഉമ്മയോട് തമാശ പറഞ്ഞല്ലോ. എല്ലാം ഉമ്മയോട് മിണ്ടി, ഉമ്മാനോട് കഥ പറഞ്ഞു, ഉമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം വായ്ക്ക് രുചിയോടുകൂടി കഴിച്ചു, ഉമ്മ നല്ല ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ പിന്നിൽ പാടുപെട്ട കഷ്ടപ്പെട്ട ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിന്റെ പേരാണ് ഉപ്പ എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കിക്കേ. ഈ പ്രിയപ്പെട്ട ഉപ്പയോട് ഈ ഒരു ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എവിടെയാണെങ്കിലും പ്രവാസ ലോകത്താണെങ്കിലും ഉമ്മാനെ ഫോണിൽ വിളിക്കും. ഇത് നിസ്സാര കഥയല്ല. ഉമ്മാനെ ഫോണിൽ വിളിക്കും, ഉമ്മാനെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കും. ഉമ്മ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതുപോലെ സംഭവങ്ങൾ ഇന്നതൊക്കെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പ്രിയപ്പെട്ട വാപ്പാനൊന്ന് വിളിച്ചിട്ട്, വാപ്പ എന്താ സുഖമെന്ന് ചോദിക്കുന്ന എത്ര മക്കള്? പെൺമക്കള് പിന്നെ ചോദിക്കും, പെൺമക്കള് പിന്നെയും ചോദിക്കും. ആൺമക്കളുടെ കഥ വല്ലാത്ത സങ്കടമാണ്. അതുകൊണ്ട് ഉറക്കെ പറയും, നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മണിമുത്തിന്റെ വാക്കാണ്. അതുകൊണ്ട് സഹോദരാ മറക്കല്ലേ, അവരെ പൊന്നു പോലെ സ്നേഹിക്കുന്നവരായി, അവരെ ഇഷ്ടപ്പെടുന്നവരായിട്ട് കടന്നു വന്നാൽ അവിടെയാണ് നമുക്ക് വിജയം കിട്ടുന്നത്. എന്തിനേറെ മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ ഒരു വേള എല്ലാ സ്വഹാബത്തിനെയും കൂട്ടി, നല്ല അറിവുള്ള മനുഷ്യൻ, എല്ലാരെയും കൂട്ടിയിട്ട് ചോദിച്ചു. ഞാൻ എപ്പോഴും എന്റെ വാതിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വല്ലാത്തൊരു ചരിത്രമാണ്. വാപ്പമാർക്ക് വേണ്ടി പ്രത്യേകം പറയാൻ പറ്റുന്ന ഒരു കഥയും കൂടെയാണ്. ചോദിച്ചു, നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ ഉമ്മ എത്ര മാസം നിങ്ങൾ ഗർഭം ചുമന്നു? എല്ലാ സ്വഹാബത്തും പറഞ്ഞു 10 മാസം. ആയിക്കോട്ടെ, എന്നാൽ അവിടെ ബാപ്പ എത്ര ഗർഭം ചുമന്നേ? ഈ സാധാരണ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളും പറയും, ഉമ്മർ കഴിഞ്ഞിട്ട് വന്നപ്പോ എന്തോ മൂപ്പർക്ക് തകരാറ് സംഭവിച്ചു എന്ന് നിങ്ങളും വേണേ പറയും. ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അസ്ലം നിങ്ങൾ എന്താ പറഞ്ഞേ? ഉമ്മ നിങ്ങളെ എത്രയാണ് ഗർഭം ചുമന്നത്? 10. വാപ്പ എത്രയാണ്? അല്ല തങ്ങളെ, നിങ്ങൾ നല്ല ബുദ്ധിയുള്ള മനുഷ്യനല്ലേ, വാപ്പ ഗർഭം ചുമക്കെ? എന്ത് വർത്താനം ഈ പറയുന്നേ? എന്ത് വർത്താനം ഈ പറയാ? ആ സമയം വീണ്ടും ചോദിച്ചു, ഉമ്മ എത്രയാണ്, ബാപ്പ എത്രയാണ് ചുമന്നത്? എല്ലാവരും അവിടെ നിന്ന് കളിയാക്കുമ്പോ
മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാട്, പ്രിയപ്പെട്ട പുന്നാര ഉപ്പയുടെ കഥയെന്താണ്? ഉമ്മയവിടുന്ന് 10 മാസക്കാലം നിങ്ങളെ ചുമന്നിട്ടുണ്ടല്ലോ, അത് ശരി തന്നെയാണ്. എന്നാൽ ബാപ്പയോ, ബാപ്പ എത്രയാ നിങ്ങളെ ചുമന്നു എന്നറിയോ? പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമണവാളന്റെ കൈപിടിച്ചുകൊണ്ട് ആ മകളെ കെട്ടിച്ചയക്കുന്നത് വരെ ആ പൊന്നുമകളെ ഗർഭം ചുമക്കുന്നത് ബാപ്പയാണ്. ആൺമക്കളെ സംബന്ധിച്ചാണെങ്കിലോ ആ പ്രിയപ്പെട്ട പുന്നാര മകനവിടുന്ന് നല്ലതുപോലെ വരുമ്പോ അവൻ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അവനെ പൊന്നുപോലെ നോക്കുന്ന ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിന്റെ പേരാ ഉപ്പ എന്ന് പറയുന്നത്. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങളെ വാക്കട്ടങ്ങള്. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മമാര് പറയും, ഞങ്ങൾ ആ മക്കളെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്നത്. സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഉമ്മ ഈ 10 മാസക്കാലം നിങ്ങളെ ചുമന്നു എന്നുള്ളത് ശരിയാണ്. ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അവനെ ചുമന്നിട്ടുള്ളത് അവന്റെ ബാപ്പയാണ്. ഒരു ജോലി കിട്ടുന്നത് വരെയും അവനെ ചുമന്നുകൊണ്ട് നടന്നിട്ടുള്ളത് ബാപ്പ. അതാണായാലും പെണ്ണായാലും. പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമാരന്റെ കൈപിടിച്ച് കൊടുത്ത് പറഞ്ഞയച്ചിട്ട് അവർക്കുള്ള കടങ്ങൾ തീർന്നിട്ടില്ല. അപ്പോഴും അവരെ 10, 20, 16, 18 കൊല്ലം ചുമന്നത് അത് പ്രിയപ്പെട്ട ബാപ്പയാണ്. ആ വാപ്പക്ക് ഇന്ന് വീട്ടിന്റെ കത്തട്ടില് വിലയില്ല. വാപ്പയുടെ വാക്കിന് വിലയില്ല. വാപ്പ പറയുന്നത് കേൾക്കാനുള്ള സമയമില്ല. ചിന്തിച്ചോയിക്കേ. ബഹുമാനപ്പെട്ട നിബിതങ്ങൾ സ്വഹാബത്തിനോട് ഒരു വേള ചോദിച്ചു, ഏറ്റവും നല്ല പെണ്ണാരാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങൾ. ഈ ചോദ്യത്തിന് മറുപടിയായി ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ പറഞ്ഞു, ഭർത്താവിനനുസരിക്കുന്ന സ്വാലിഹത്തായ ഭാര്യ. ഒരുപാട് ആളുകൾ പലതും പറഞ്ഞു. ആ സമയം നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ബാപ്പയെ പറ്റിയിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മയാരാൻ? ആ ഉമ്മയാണ് ഏറ്റവും നല്ല പെണ്ണെന്നാണ്. ഒരുപാട് സ്വാലിഹത്തുക്കളെ പറ്റി പറഞ്ഞു. ഇവിടെ പറഞ്ഞത് ബാപ്പയുടെ അധ്വാനം, ബാപ്പയുടെ കഷ്ടപ്പാട്. ഉമ്മമാരെ, നിങ്ങളോട് ചോദിക്കാൻ, നമ്മുടെ പ്രവാസിയായ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കളുടെ വാപ്പ ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും മോനെ നിന്റെ വാപ്പാന്റെ കണ്ണീരിതാൻ, അവിടുന്ന് ആ മക്കളുടെ വാപ്പ അയക്കുന്ന കാശ് നാട്ടിലേക്ക് വരുമ്പോ മക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ കൊടുക്കും. ആ സമയത്തെങ്കിലും നിന്റെ വാപ്പ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? നിന്റെ വാപ്പാന്റെ ത്യാഗം എത്രന്നറിയോ? അത് ചോദിക്കാത്ത ഉമ്മമാരുണ്ട്. എന്നാൽ ഏറ്റവും നല്ല പെണ്ണാരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഏതെന്നറിയോ? പ്രിയപ്പെട്ട ബാപ്പയെ പറ്റിയിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മയാണ്. ഉമ്മമാരെ, നിങ്ങളെ വീട്ടിന്റെ കത്തട്ടില് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് ബാപ്പയല്ല, ഉമ്മയാണ് വീടിന്റെ കത്തട്ടിലുള്ളത്. ഉമ്മ പറയുന്നത് പോലെ മക്കള് കേൾക്കുകയാണ്. ബാപ്പയുടെ കണ്ണുനീര്, ബാപ്പയുടെ കഷ്ടപ്പാട്, ബാപ്പയുടെ ദുഃഖങ്ങള്, ബാപ്പയുടെ ഓരോ പ്രവർത്തനങ്ങള്, അതെല്ലാം പ്രിയപ്പെട്ട ഉമ്മ എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അത് പുന്നാര മക്കള് കേട്ടുകൊണ്ട് വരികയാണ്. ഇവിടെ ഇരിക്കുന്ന ഉമ്മ, ബാപ്പമാര് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നാലും ഈ പ്രിയപ്പെട്ട മക്കള് ഓടിപ്പോയിട്ട് ബാപ്പായെന്ന് വിളിച്ചിട്ട് കവിൾത്തടത്തില് മുത്തം കൊടുക്കും. അത് വീട്ടിന്റെ കത്തട്ടിലുള്ള ഉമ്മമാരെ ബാപ്പയെ പറ്റിയിട്ട് പറയണമല്ലോ. എന്തിനേറെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമു പുന്നാര ചോര പൈതലിനെ കൊണ്ടുവന്നിട്ട് ഹാജറ ബീവിയെ കൊണ്ടുവന്നിട്ട് മാറ്റി പാർപ്പിക്കുമ്പോ 10 കൊല്ലത്തോളം കാണാതിരിക്കുമ്പോ പടച്ചവനെ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകനിക്ക് ബാപ്പയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തതാരാണ്? ഉമ്മയാണ്. ഹാജറ എന്ന് പറയുന്ന ഉമ്മയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ തീരുമാനം വരികയാ, അല്ല ഇബ്രാഹീം, നിങ്ങൾ ചൊല്ലുക, ഹാജറാനെ കൂട്ടുക, ഇസ്മായിലിനെ കൂട്ടുക. അതുപോലെ കടന്നു പോയിട്ട് അടുക്കലേക്ക് ചൊല്ലുമ്പോ ഇത് ബാപ്പയാണെന്ന് പറഞ്ഞില്ല, ബാപ്പയുടെ രൂപത്തെ പറഞ്ഞില്ല. ഇസ്മായിൽ നബി എവിടെ ഇബ്രാഹിം നബിയെ കാണുമ്പോ ഓടിച്ചെന്നിട്ട് കവിൾത്തടത്തിൽ മുത്തം കൊടുത്ത്, യാ അബീ,
എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തക്കവണ്ണം ആ പൊന്നുമകനെ വളർത്തിക്കൊണ്ടുവന്നത് ഒരു പെണ്ണാണ്. എന്റെ പെങ്ങളെ, അതൊരുമ്മയാണ്. ബാപ്പയെ പറ്റിയിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ബാപ്പ പ്രവാസ ലോകത്ത് പോയാ ബാപ്പയെ പറ്റി പറയണ്ട എന്നല്ല, ബാപ്പാന്റെ കണ്ണുനീര് പറയുമോ, ബാപ്പയുടെ കഷ്ടപ്പാട് പറയുമോ? സഹോദരങ്ങളെ, സമയ ചുരുക്കമാണ്. എന്നാലും ഞാൻ ഒരു അനുഭവം പറഞ്ഞു തരാ. നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് കടന്നു വരുമ്പോ ഇതുപോലെ ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ഒരു വീട്ടിന്റെ കത്തട്ടിൽ കിടക്കുകയാണ്. അവിടെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോകാൻ നേരം ആ വീടിന്റെ കത്തട്ടിലുള്ള ചെറുപ്പക്കാരനായ ആ പൊന്നുമോന് വന്നിട്ട് പറയാ, ഉസ്താദേ, എന്റെ ബാപ്പാക്കൊന്ന് ദുആ ചെയ്യുവോ? ഞാൻ ചോദിച്ചു, ബാപ്പക്ക് രോഗമാണോ? ബാപ്പാക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഈ പൊന്നുമോൻ എന്നോട് പറഞ്ഞു ഒരു മറുപടി, എന്റെ ബാപ്പ ഒരു പ്രവാസിയാ, അതുകൊണ്ട് ബാപ്പാക്ക് ദുആ ചെയ്യണേ. എല്ലാ മക്കളും വെക്കേഷന്റെ ടൈം ആകുമ്പോ ബാപ്പയോട് പറയും, ബാപ്പാ, മക്കള് പ്രവാസ ലോകത്തേക്ക് ബാപ്പമാര് കൊണ്ടുപോകുന്നുണ്ട്, അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചിട്ട് അവസാനം പ്രിയപ്പെട്ട ബാപ്പ സമ്മതിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രവാസികളുണ്ടല്ലോ നമ്മുടെ ഈ നാടിന്റെ ഈ ഭാഗത്തൊക്കെ. നിങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഒരുപാട് പ്രവാസികളാണ്. ഞാൻ ഈ പറയുന്നതിൽ കളവുണ്ട്, നിങ്ങൾ പറയണം. ഈ മകൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, ഉസ്താദെ, വാപ്പ പ്രവാസി. അവന്റെ കണ്ണീരണ്ടപ്പോ ഞാൻ വിചാരിച്ചു വാപ്പക്ക് വല്ല രോഗമോ എന്തെങ്കിലും സങ്കടമോ എന്തെങ്കിലും ഉണ്ടാവോ. അവൻ പറഞ്ഞു, രോഗമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല, വാപ്പ പ്രവാസിയാണ്, ദ്വാരക്കണം. വാപ്പ പ്രവാസിയാണ്, ദ്വാരക്കണം. ആ സമയത്ത് അവൻ പറഞ്ഞ വാക്ക് കേട്ട് സങ്കടം വന്നുപോയി. എയർപോർട്ടിലേക്ക് ഞാൻ അങ്ങ് ചെന്നിറങ്ങുകയാണ്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നെ കൂട്ടാൻ വന്നിട്ടില്ല. എന്റെ ബാപ്പയുടെ പ്രിയപ്പെട്ട കൂട്ടുകാര് വന്നു. ബാപ്പ കിടക്കുന്ന സ്ഥലമാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ. അവരെന്നെ കൂട്ടിയിട്ട് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, 6-7 ആളുകൾ കിടക്കുന്നൊരു റൂമാണ്, ഒരേ ഒരു ടോയ്ലറ്റാണ്, അവിടെയാണ് ഭക്ഷണം വെക്കുന്നത്. ഞാൻ പറഞ്ഞു, അല്ലാ, ഇതെന്ത് കോലമാ? എന്റെ വാപ്പ എപ്പോഴാണ് വരുന്നത്? 6 മണിക്ക് വാപ്പ വരുമെന്ന് പറയുമ്പോ പൊന്നുമകൻ അവിടെ നിന്ന് കാത്തിരിക്കുകയാണ്. മകൻ വാപ്പ വന്ന പാടെ വാപ്പാന്റെ കവിൾത്തടത്തില് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പറയുന്നു, വാപ്പാ, എന്റെ വാപ്പ താമസിക്കുന്ന റൂമിലേക്ക് പോകാ, ഒന്ന് വരുവോ വാപ്പാ? ഇതിന് മറുപടിയായിട്ട് എന്റെ വാപ്പ എനിക്ക് തന്നുപോയ മറുപടി എന്തെന്നറിയോ? 2 തുള്ളി കണ്ണീരാ. എന്റെ ഉപ്പ എന്റെ കൈ പിടിച്ചിട്ട് പറയാ, മോനെ, ഈ 7 ആളുകൾ കിടക്കുന്ന കട്ടിൽ കണ്ടോ? അതിൽ ഒരു കട്ടിലിലാ നിന്റെ വാപ്പ കിടക്കുന്നത്. ഇന്ന് നിന്റെ വീടിന്റെ കത്തട്ടിൽ കട്ടിലുണ്ട്, അവിടെ മെത്തയുണ്ട്, അവിടെ ഏസയുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്കുണ്ടല്ലോ. എന്നാ നിന്റെ വാപ്പ കിടക്കുന്നത് 14 കൊല്ലം കൊണ്ട് ഇവിടെയാ എന്ന് പറഞ്ഞപ്പോഴെന്റെ കൽബൊന്ന് പൊട്ടിപ്പോയി. ഇവിടെ ഇരിക്കുന്ന പ്രവാസികളായ ഭർത്താക്കന്മാരോ, എന്റെ പെങ്ങളെ, നമ്മൾ എന്ത് പറഞ്ഞാല് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, എന്ത് പറഞ്ഞാല് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എന്ത് പറഞ്ഞാല് തരില്ലെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് എരിവയിലത്ത് കിടന്നിട്ട് വെയിൽ കൊണ്ടിട്ട് അവര് തന്നിട്ടുണ്ടോ? അതിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ടല്ലോ, ഒരുപാട് കഥകളുണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ. ഇതേപോലെയാണ് ഓരോ പ്രിയപ്പെട്ട മക്കള്. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ പാടുപെട്ട ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിന്റെ പേരാണ് വാപ്പ. അള്ളാന്റെ റസൂലിനറിയാം, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഉമ്മയോട് പിന്നെയും ഫുള്ളൊന്നുമില്ല, പിന്നെയും ഉമ്മയോട് സ്നേഹം ഉണ്ടാവും, വാപ്പാനോട് കുറവായിരിക്കും. നമ്മുടെ വാപ്പയെ, ഉമ്മയെ ചേർത്ത് പിടിക്കണ മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ഒരു ബേജാറാകണ്ട. ഇപ്പൊ തന്നെ സമയത്ത് അൽഹംദുലില്ലാ 9:30 ആയില്ലേ. ഒരു 3/4 മണിക്കൂർ ഞാൻ ചോദിക്കുന്നുള്ളൂ, അതിനപ്പുറത്തോട്ട് നിങ്ങളോട് ചോദിക്കൂല.
ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. എന്തെങ്കിലും ആമീൻ പറയത്ത്? എന്നോടല്ലേ വെറുപ്പ് വേണ്ട? ഫസ്റ്റ് അവസാനം നാളെയൊക്കെ പറയോ? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. ഉപ്പ എന്ന് പറഞ്ഞതാണ് സ്നേഹ കടലാണുപ്പ, അഴകിൻ്റെ അഴകാണുപ്പ, അലിവുള്ള മനമാണുപ്പ, ജീവന്റെ ജീവനുപ്പ. ഉപ്പാതാണ്. നമ്മളോട് പരാതി ഒന്നും പറയില്ല, എന്തു പറഞ്ഞാലും ഇല്ല എന്ന് പറയില്ല, എവിടെന്നെങ്കിലും അത് ഒപ്പിച്ചുകൊണ്ട് തരും. പക്ഷേ മക്കളോ അതൊക്കെ മറന്നു. അവര് സ്വന്തം കാലിൽ നിക്കാറായപ്പോ അതെല്ലാം മറന്നു. വാപ്പക്കൊരു വിലയില്ല, വാപ്പാന്റെ താടി നരച്ചു, ശരീരം ചുക്കിച്ചുളഞ്ഞു, വീടിന്റെ കത്തട്ടിൽ ഇരിക്കുമ്പോ എന്തേ പറ്റി വാപ്പാന്ന് പോലും ചോദിക്കാൻ അറിയാത്ത മക്കള് അല്ലേ? സങ്കടം നിറഞ്ഞ കണ്ണീർ തൂകലാണ്, കൽവിൽ വേദന നിറഞ്ഞു വാപ്പ കേഴലാണ്. ഇല്ല റബ്ബേ സങ്കടം പേറുന്നൊരാള്, കൽവിലൊതിത്തത് നിറഞ്ഞ കണ്ണിൽ പോയതാണ്. എത്രയോ ത്യാഗം സഹിച്ച പൂനിലാവേ, കൽവിൽ ആശയായി വളർത്തി മക്കളെ യായിലാഹേ. ഇല്ലതില്ലല്ലോ ബാപ്പ എന്നതില്ലല്ലോ, സ്നേഹമില്ലല്ലോ മക്കൾ, സ്നേഹമില്ലല്ലോ. ആറടി മണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുവേച്ച് മക്കള് പോയി കൊല്ലം ഒന്നതായി ഓർത്തിടേണേ. സങ്കടത്താലേ പിതാവ് ചൊല്ലിടും നീ മക്കളെ ബാപ്പയാണെന്നോർമ്മയിൽ പുതുക്കിടുന്നേ. വാപ്പ മരണപ്പെട്ട് കബറി കൊണ്ടുവച്ചു. ആദ്യത്തെ ഒരാഴ്ച മക്കൾ പോയി, സലാം പറഞ്ഞു, ഫാത്തിഹയോതി, എല്ലാം ചെയ്തു. അങ്ങോട്ട് പോകുന്തോറും പിന്നെ 2 മാസമായി, അതും കഴിഞ്ഞു. പിന്നെ 1 മാസമായി, 2 മാസം, 3 മാസം, ഇടയ്ക്കെപ്പോഴെങ്കിലും പോയി. പിന്നെ ഒരു കൊല്ലായി. വാപ്പന്റെ കബറിനടുക്കലേക്ക് പോയിട്ട് ആണ്ട് വരുമ്പോ മാത്രം വാപ്പാന്റെ ആണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോഴേ ആ വാപ്പയെ സ്നേഹിക്കണം. അവരുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ലേ? ശരീരം വേദനിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ പനി പിടിച്ചിട്ട് വാപ്പ കടന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പ്രവാസികളുടെ കാര്യം ഏറ്റവും കഷ്ടം. അവിടെ ആരാണ് പനി പിടിച്ചു കിടന്നാൽ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണേ? പനി പിടിച്ച മനുഷ്യന്റെ അവസ്ഥ അറിയില്ലേ? എഴുന്നേക്കാൻ പറ്റുമോ? നാളെ റബ്ബ് ചോദിക്കൂലടാ നിന്റെ വാപ്പയോടിങ്ങനെ ഉമ്മയോടിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ? അള്ള ചോദിക്കുമ്പോ എന്താ പറയാ? ഇതാ تكاد تميز من الغيظ كلما ألقي فيها فوج سأله خزنتها ألم نأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അല്ല ചോദിക്കാണ്, നരകത്തിന്റെ ചാരെ കൊണ്ടുവരുത്തിയ മനുഷ്യ, വാപ്പയോട് സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ? ഉമ്മയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞില്ലേ? അലം നഅതികും നദീർ, മുന്നറിയിപ്പുകാര് വന്നില്ലേ? ഹബീബായ തങ്ങൾ വന്നില്ലേ? ഖുർആൻ വന്നില്ലേ? അവർക്ക് സേവനം ചെയ്യണം, അവനെ ബഹുമാനിക്കണം, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എന്തെങ്ങൾ ചെയ്യാത്ത? ചില മനുഷ്യന്മാര് പറഞ്ഞു, പടച്ചോൻ അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളത് വലിയ കാര്യമാക്കിയൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ദുനിയാവിന്റെ പുറത്തുകൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ മുന്നോട്ട്
മുന്നോട്ട് പോയി. അങ്ങനെ കാണാൻ ഈ ദാരിമിയോ നിങ്ങളോ പറഞ്ഞാലോ ലിത്താഗീന مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. ബാപ്പാനെ സ്നേഹിക്കാണ്ട് ബഹുമാനിക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോയ അള്ളാഹ് വലിച്ചെറിഞ്ഞിട്ട് പറയാണ് ജസാഅം വിഫാഖ, അനുയോജ്യമായ ശിക്ഷ. നീ അവരെ കുറ്റപ്പെടുത്തി. അവർ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, പക്ഷെ നീ അവർക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല, മാനം കൊടുത്തിട്ടില്ല, സ്നേഹിക്കേണ്ടുന്ന കോലത്തിൽ സ്നേഹിച്ചിട്ടില്ല. അള്ളാഹ് ചോദിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞ തീർന്നു. فلن نزيدكم إلا عذابا. സങ്കടൻ അവിടെ ഉഷാറൊന്നും ഉണ്ടാവൂല. ചൂട് തന്നെ വല്ലാത്തൊരവസ്ഥയാണ്. അതിലേക്ക് പോകാതിരിക്കണോ? നിസ്കാരം സ്വീകരിക്കണോ? നമ്മൾ ഒരുപാട് നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നിസ്കരിക്കണ്ട നല്ല ഈ പറയുന്നത്, നിസ്കരിക്കണം. അതിനോടൊപ്പം ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തം ഉണ്ടാവണം. ഇല്ലേ? നാളെ നമുക്ക് വിജയിക്കാൻ പറ്റും. 6 അടി മണ്ണിൽ സന്തോഷിക്കാൻ പറ്റും. പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ പറ്റും. എന്താ കാരണം അറിയോ? നമുക്ക് നേടിക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരാൾ അവിടുന്ന് പ്രിയപ്പെട്ട ഉമ്മയെ ബാപ്പയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വഫിൽ ഖബരി മൂനിസാ, ആരും കടന്നു വരാത്ത, ബാപ്പ വരാത്ത, ഉമ്മ വരാത്ത, സഹോദരങ്ങൾ വരാത്ത, കൂടപ്പറപ്പുകൾ വരാത്ത, കൂട്ടുകാര് വരാത്ത 6 അടി മണ്ണിന്റെ ഉള്ളില് ഏകാന്തതയുടെ മൂകാന്തയിൽ കിടക്കുമ്പോ വഫിൽ ഖബരി മൂനിസാ, സങ്കടത്തിന്റെ ഉള്ളിൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യനാണോ? നിങ്ങളുടെ ഉമ്മയെ ബഹുമാനിച്ചോ? നിങ്ങളുടെ ബാപ്പയെ ബഹുമാനിച്ചോ? 6 അടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലോ നിങ്ങൾക്ക് സന്തോഷം തരാ അല്ലാഹുവിന്റെ മാലാകമാര അല്ലാഹു തരുന്നുണ്ട്. വഫിൽ ഹശരി റഹീമാ, പടച്ചവനെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുന്നുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. ഉമ്മാനെ ബാപ്പാനെ ബഹുമാനിച്ചു കഴിഞ്ഞാല് 6 അടി മണ്ണിൽ ഒരാളുണ്ടാവൂല. മക്കളുണ്ടാവൂല, ഭാര്യ ഉണ്ടാവൂല, സഹോദരങ്ങൾ ഉണ്ടാവൂല. അത് ഉസ്താദെ ഇനി ഒരുപാട് ദിവസമല്ലേ, അന്നും പറഞ്ഞിട്ട് കാര്യം. ചിലപ്പോ ഇന്ന് വാളു പറഞ്ഞ നാളെ ഞാൻ ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റുമോ? നാളെ ഇവിടെ ഉസ്താദ് വാതിന് വരുമ്പോ നാളത്തെ വാതിന് നിങ്ങൾ വന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മരണം എപ്പോ വേണമെങ്കിലും വരാം. ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം അതെപ്പോഴും പോക്കറ്റ് ഉണ്ടാവണം. മരിക്കണതിന് മുമ്പിട്ടില്ലേ? നാളെ പോവൂല, ഇന്ന് പോവൂല. നോക്ക്, എത്ര കൊല്ലം കൊണ്ട് പള്ളിക്കാട്ടിൽ നമ്മുടെ വാപ്പ കിടക്കുന്നുണ്ട്, നമ്മുടെ ഉമ്മ കിടക്കുന്നുണ്ട്. അത് ഉസ്താദ് അവര് പോയില്ലേ, നമുക്കിനി സമയമുണ്ട്, ഒരു രക്ഷയില്ല. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലോ, എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കോട. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കോട. കൂട്ടുകാരും അവിടെയില്ല, കബറന്ന കൂട്ടിൽ മറ്റാരുമില്ല. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലോ, എന്നായാലും നമ്മൾ പോണ്ടേ. എന്നായാലും ഇപ്പഴല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് നമ്മൾ പോണം. അപ്പൊ നന്മ വേണം. നാളത്തേക്ക് വേണ്ടി അമൽ ചെയ്യും. നാളത്തേക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞ എന്താണ്?
നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഉംറ ചെയ്തു, അൽഹംദുലില്ലാ. എന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഉംറയ്ക്ക് വന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് ഇവിടെ. ഇപ്രാവശ്യം ഇന്നലെ എന്റെ കൂടെ തന്നെ വന്നിറങ്ങിയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എല്ലാവരുടെ ഉംറകൾ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്, നമ്മുടെ ഉസ്താദ് ഉടനെ പോവും. അള്ളാഹു ഒരുപാട് സന്തോഷത്തിൽ അവിടെ എത്താനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഷമീർ ദാരിമി, നിങ്ങളൊക്കെ ഇനി എത്ര ഉംറ എത്ര ഹജ്ജ് ചെയ്യുന്നു പറഞ്ഞാലും ഈ രണ്ട് മനുഷ്യന്റെ പൊരുത്തമില്ലെങ്കിൽ ഉംറയും വേണ്ട ഹജ്ജും വേണ്ട, ഒന്നും അള്ളാഹുവിന് വേണ്ട. മുത്തുനബി തങ്ങൾ പറയാ, നമ്മൾ അവിടെ ചെന്നിട്ട് പറയും, പടച്ചോനെ അശ്ശഫാഅത ഖബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഗ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി ഇന്നനാ നർജു ഇലാ. നമ്മൾ ഒരുപാട് ബൈത്തുകളൊക്കെ പാടി അവിടെ നമ്മൾ ചെല്ലും ഇല്ലേ? അവിടെ ചെന്നിട്ട് പറയും, പടച്ചോനെ ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട് ഇല്ലേ? ഗൈറ ഹസ്നിൻ വഅദദ്, എത്രയാണ് തെറ്റ് ചെയ്തതെന്ന് പോലും അറിയില്ല. ഹബീബേ ഞങ്ങളെ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മദീനയുടെ ചാര പോയിട്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിക്കണോ? ഈ രണ്ട് ഭാഗത്തുള്ള താടി നരച്ച, ശരീരം ചുക്കുചുളിഞ്ഞ ഈ രണ്ടുപേരുടെ പൊരുത്തുണ്ടാകണം. അലിൽ കുഫി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് അള്ളാഹ് അവരുടെ ബറക്കത്തുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുത്തണേ. അള്ളാഹ് സ്വീകരിക്കും, പക്ഷേ ഒറ്റ ഡിമാൻഡ് ഉള്ളൂ, ഈ ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തുണ്ടാകണം. അള്ളാഹു റസൂലും ഔലിയാക്കളും മുഴുവനും നിങ്ങളെ സ്വീകരിക്കണോ? ഇവരുടെ പൊരുത്തുണ്ടാവണം. ഇല്ലെങ്കിൽ കുടുങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഒരു കച്ചവടം തുടങ്ങിയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? പള്ളിയിലെ ഉസ്താദിന് പൈസ കൊടുക്കും, ഉസ്താദെ ദ്വാരക്കണം, അതൊക്കെ നല്ലതാണ്. ആലിമീങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അമ്പിയാക്കളുടെ അനന്തരവാസികളാണല്ലോ. നന്മയിൽ ഒരു സന്തോഷത്തിന് നമ്മൾ കൊടുത്തു, എത്ര വേണമെങ്കിലും കൊടുത്തോ. ആദ്യം നമ്മൾ പറയാനുള്ളത് ആരോടെന്നറിയോ? ഉമ്മാനോടാണ്, ബാപ്പാനോടാണ്. അവര് വരട്ടെ നമ്മുടെ കട ഉദ്ഘാടനത്തിന്, അവര് വരട്ടെ നമ്മുടെ കച്ചവടത്തിന്. സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് ഉമ്മ പറയും, മോളെ പള്ളിയിൽ ഉസ്താദിനോട് ദുആ ചെയ്യും. ഉസ്താദുമാർ ദുആ ചെയ്യും, അൽഹംദുലില്ലാ, നല്ലതാണ്. ആദ്യം മക്കൾക്ക് വേണ്ടി ദ്വാരക്കേണ്ട ഉമ്മയാണ്, ബാപ്പയാണ്. അത് വല്ലാത്തൊരു വിലയാണ്, അതുകൊണ്ട് മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവരെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ വഫിൽ ഖബരി മൂനിസാ വഅല സിറാത്തി ദലീലാ വഫിൽ ഖശരി റഹീമാ. ആരും അവിടെ നിന്ന് കടന്നു വരൂല. അങ്ങനെ കടന്നു വരാത്ത മഹ്ശറയിലെ അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉമ്മയെ ബാപ്പയെ ബഹുമാനിച്ചവരാണോ അവിടെ അവർക്ക് വിജയമാണ്. നിങ്ങൾക്കറിയുമോ, ബാപ്പയുടെ കഥ പറയുമ്പോ തന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അല്ലാഹുവേ, 3 കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം ആരാ? നമ്മുടെ ഉമ്മയാണ്. ദുനിയാവിന്റെ പുറത്ത് ഗർഭാശയത്തിന്റെ അകത്തട്ടില് നമ്മളെ ചുമന്നുകൊണ്ട് നടന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അവരെ മറക്കല്ലേ, അവരെ വെറുക്കല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ലേ. അല്ലാ, മനസ്സിന്റെ വേദന താങ്ങാൻ പറ്റൂല. ഉമ്മയെ ബഹുമാനിക്കാത്ത മക്കളുടെ കാലഘട്ടമാ, വാപ്പയെ ബഹുമാനിക്കാത്ത മക്കളുടെ കാലഘട്ടമാണോ? നിങ്ങൾക്കറിയുമോ, നേരത്തെ വാപ്പയുടെ ചരിത്രം പറഞ്ഞതുപോലെ ഒരു ചരിത്രത്തിലേക്ക് ഞാനൊന്ന് കടന്നു വരട്ടെ. സയ്യിദുനാ അബൂ തൽഹ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ കത്തട്ടിലെ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, അബൂ തൽഹ, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് പോയിട്ടില്ല, എനിക്കെന്തോ ഒരു പേടി പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതാണ്. എനിക്ക് വയസ്സായവരുമ്മയുണ്ട്, ശരീരം ചുക്കുചുളഞ്ഞവരുമ്മയുണ്ട്. എനിക്കവരോട് സ്നേഹമില്ലല്ലോ, എനിക്കവരോട് ബഹുമാനമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എന്ന് പറയുമോ? അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, നീ ഒന്ന് കടന്നു പോവുക, കാണാ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. കേട്ടപാട് ചെറുപ്പക്കാര് കടന്നു പോവുകയാണ്. തന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ വിവാഹം ആലോചിച്ചുകൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് 6 മാസമാവുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് ഇതേ ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. വന്നുകൊണ്ട് പറയുന്ന, അബൂ തൽഹ,
ഒരു കാരക്കവൊന്ന് മന്ത്രിച്ചു തരാമോ? ഒരു കാരക്കവൊന്ന് മന്ത്രിച്ചു തരാമോ? എന്റെ പ്രിയപ്പെട്ടവള് ഗർഭിണിയാണ്, അവൾക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ, അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, അവളുടെ ശരീരം വേദനയാണല്ലോ, അതുകൊണ്ടൊരു കാരക്കവൊന്ന് മന്ത്രിച്ചു തരാമോ എന്ന് പറയുമ്പോ അല്ലാഹു പറയാട്, എഴുന്നേക്കടാ, എന്റെ മുമ്പിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെന്ന് പറഞ്ഞു വിടുമ്പോ പേടിച്ചു വരണ്ട് മാറി നിൽക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, ഒന്നരികിലേക്ക് വരാമോ? ചെറുപ്പക്കാരൻ അരികിലേക്ക് വരുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്റെ ഉമ്മ എവിടെയാ? ഉടൻ തന്നെ പറഞ്ഞ അബൂ തൽഹ, എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടുന്ന് വല്ലാത്ത ഒരവസ്ഥയിലാണ്. എന്റെ ഉമ്മയുടെ അരികിലേക്ക് ഞാൻ പോയിട്ടില്ല, എന്റെ ഉമ്മയോട് വർത്തമാനം പറഞ്ഞിട്ടില്ല. ഒരു കൊല്ലത്തോളമാവുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികത്ത് പോയിട്ട്, ഒരു കൊല്ലമാവുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികത്ത് പോയിട്ട്. എന്നാൽ എന്തിനാ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചെന്ന് എനിക്കറിയില്ലല്ലോ. ഉടൻ തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കാട്, നിന്റെ ഭാര്യ ഗർഭിണിയായപ്പോ നിനക്ക് സഹിക്കാൻ കഴിയാ എന്റെ മുമ്പിൽ വന്നവനല്ലേ? എന്നാൽ ഇതിനേക്കാൾ എത്രയോ വേദനകൾ സഹിച്ച, ഇതിനേക്കാൾ എത്രയോ സങ്കടം സഹിച്ച, ഇതിനേക്കാൾ എത്രയോ നൊമ്പരം സഹിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട ഉമ്മയും എവിടെയാ? കേട്ടപാട് ചെറുപ്പക്കാര് ഓടുകയാണ്, വീടിന്റെ കത്തട്ടിലേക്ക് ചൊല്ലുകയാണ്. ഈന്തപ്പന പോലെ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ആ വീടിന്റെ വാതിൽക്കൽ ചെന്നിട്ട് ഉമ്മയോട് സലാം പറയുമ്പോ പ്രിയപ്പെട്ട പുന്നാരവും അവിടുന്ന് ചോദിക്കുകയാണ്, എന്റെ പൊന്നുമോനാണോ? എന്റെ പൊന്നുമോനാണോ? അതേ ഉമ്മ, നിങ്ങളുടെ പൊന്നുമോനാട് പൊന്നിന്റെ മുമ്പിലേക്ക് വരുമോ മോനെ? പൊന്നാര മകനെ കണ്ടപാട് ഉമ്മ കെട്ടിപ്പിടിച്ച് കവിൽ തടത്തിൽ തുരുതുരാ മുത്തം കൊടുക്കുകയാണ്. അല്ലാ അല്ലാ, ഉമ്മയും മകനും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഉമ്മാന്റെ ശരീരം മുഴുവനും വൃത്തികേടാട്, മലവും മൂത്രവും ഒലിച്ച് കിടക്കുകയാണ്. ഉമ്മാനെ കുളിപ്പിക്കാൻ ഉമ്മയോട് അനുവാദം ചോദിക്കുമ്പോ പ്രിയപ്പെട്ട മകനിക്കും അനുവാദം കൊടുക്കുകയാ. നല്ലതുപോലെ മകനെ കുളിപ്പിച്ചല്ലോ, നല്ലതുപോലെ ഉമ്മയെ കുളിപ്പിച്ചല്ലോ. ഉമ്മാന്റെ കവിൽ തടത്തിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീരിന്റെ പാടുകൾ കാണാ, അതത്ര കഴുകിയിട്ടും മാറുന്നില്ലല്ലോ. അവസാന ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മാ, എന്റെ ഉമ്മയെ കാണാ ഞാൻ വരാത്തത് കൊണ്ടാണോ ഉമ്മ? ആ സമയം പറഞ്ഞു, പൊന്നുമോനെ, നിന്നെ കാണാഞ്ഞത് കൊണ്ടല്ല, നീ എന്റെ അരികത്ത് വരാഞ്ഞത് കൊണ്ടല്ല, പിന്നെ എന്തിനാ നിന്റെ ഉമ്മ കരഞ്ഞെന്നറിയോ? ഉമ്മാന്റെ വയറൊന്ന് വിശക്കുമ്പോ, ഉമ്മ പട്ടിണിയാകുമ്പോ ഞാനവിടെ ആലോചിച്ചു പോകാറുണ്ട്, എന്റെ പൊന്നുമോ വല്ലതും കഴിച്ചു കാണുമോ? എന്റെ കുട്ടി വല്ലതും കഴിച്ചു കാണുമോ എന്ന് ഓർത്തുകൊണ്ടാ ഉമ്മ കരഞ്ഞത്. അതല്ലാതെ എന്റെ പൊന്നുമോന് വരാത്തത് കൊണ്ട് ഉമ്മ കരഞ്ഞിട്ടില്ലടാ പൊന്നുമോനെ. എന്റെ പൊന്നുമോനെ, ഉമ്മാന്റെ വയറ് വിശക്കുമ്പോ ഉമ്മ ആലോചിക്കുന്നത് എന്റെ കുട്ടി വല്ലതും കഴിച്ചു കാണുമോ എന്നാണ്. കേട്ടപാട് ഉമ്മയെ കെട്ടിപ്പിടിച്ചു, കവിൽ തടത്തിൽ മുത്തം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ അബൂ തൽഹ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോവുകയാ. ഉമ്മ പറഞ്ഞ റസൂലുള്ള നടന്ന മണ്ണ, ഉമ്മാന്റെ കാലൊന്ന് കഴുകണം മോനെ. കാല് കഴുകിയിട്ട് വെള്ളം കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു, ഈ പാത്രത്തിലുള്ള വെള്ളം ഈ മദീനയുടെ അടുത്തൊന്നും ഒഴിക്കരുത്, വളരെ വിദൂരത്ത് കൊണ്ട് ഒഴിക്കാമോ?
ആ സമയത്ത് കൊടുത്തുവിട്ട വെള്ളം പെട്ടെന്ന് കളഞ്ഞിട്ട് മകൻ വരുമ്പോ ഉമ്മ ചോദിക്കാൻ, ഉമ്മാന്റെ കുട്ടി എന്തേ വെള്ളം ചെയ്തത്? ഉമ്മ, അത് ഞാനങ്ങ് കുടിച്ചു ഉമ്മ. എന്റെ ഉമ്മാന്റെ കാലിൽ പറ്റിയ വെള്ളമാണല്ലോ ഉമ്മ. എന്റെ ഉമ്മാന്റെ ത്യാഗമറിയാതെ, എന്റെ ഉമ്മയുടെ സങ്കടമറിയാതെ, എന്റെ ഉമ്മയുടെ വിഷമമറിയാതെ ഞാൻ അങ്ങനെ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ ഉമ്മ. ആ സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഉമ്മ, അബൂ തൽഹ തങ്ങളുടെ മുമ്പിൽ വെച്ച് പൊരുത്തം തരുമോ? ഉമ്മ പറഞ്ഞു, നിനക്കെന്തിനാണ് ഞാൻ പൊരുത്തം തരുന്നത്? നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നീ എന്നെ കളിയാക്കിയിട്ടില്ല, നീ എന്നെ ആക്ഷേപിച്ചിട്ടില്ല, നീ എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല, പിന്നെന്തിനാണ് അത്രയും വർഷം ഉമ്മാന്റെ അരികത്ത് പോകാതിരുന്നിട്ട്, ഉമ്മാന്റെ കവിളത്തൊരു മുത്തം കൊടുക്കാതിരുന്നിട്ട്, ഉമ്മയോടൊരു വാക്കുപോലെ സംസാരിക്കാതിരുന്നിട്ട് ഉമ്മ പറയുന്നൊരു മറുപടി കണ്ടോ? വല്ലാ, എന്റെ പൊന്നുമോനോട് എനിക്കൊരു പൊരുത്തക്കേടുമില്ല. മോനെ, നിന്റെ ഉമ്മ എത്രയോ സങ്കടം നിനക്ക് വേണ്ടി സഹിച്ചു. ഉമ്മാക്കതൊന്നൊരു വിഷയമല്ല. നിന്റെ ഭാര്യ ഗർഭിണിയായപ്പോ നിനക്ക് സങ്കടായി. കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടോ, എവിടെ നിന്നൊക്കെ മന്ത്രിക്കാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ ചെയ്യും. ഇതേപോലെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെ ഉമ്മ, അവർ നമ്മളെ ചുമന്നുകൊണ്ട് നടന്നപ്പോ അവരെത്ര ത്യാഗം സഹിച്ചു, അവരെത്ര വേദന തിന്നു. നമ്മൾ സ്വന്തമായി ചിന്തിക്കണം. നമ്മുടെ ഭാര്യമാർ അവർ ഗർഭവതികളാകുമ്പോ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാകുന്ന ത്യാഗങ്ങൾ, അതൊക്കെ കാണുമ്പോ പടച്ചോൻ എനിക്കിപ്പോ ഒരു കുട്ടി വരൂ എന്നല്ല ആദ്യം ചിന്തിക്കാനുള്ളത്. ആദ്യം ചിന്തിക്കാനുള്ള, പടച്ച റബ്ബേ, ഇതിനേക്കാൾ അന്ന് വേദനാ സംഹാരികളൊന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് എന്നെ ചുമന്നുകൊണ്ട് നടന്ന എന്റെ പുന്നാര ഉമ്മ. അവരൊന്ന് ആലോചിക്കണം. ആ സമയം അറിയാതെ ഓടിപ്പോയി അവരുടെ കവിൽ തടത്തിൽ കെട്ടിപ്പിടിച്ച് നമ്മൾ മുത്തം കൊടുക്കും, അല്ലേ? ചില മക്കൾ പറയും, നിങ്ങൾ എന്റെ ഉമ്മാണോ, അല്ലേ? പിന്നെ ഉമ്മ അല്ലാണ്ട് പിന്നെ ആരാണ്? ചില മക്കൾ അങ്ങനെ ചോദിക്കുന്ന മക്കളുണ്ട്. ഉമ്മ മരണപ്പെട്ട് കബറി കൊണ്ട് വെച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ ജീവിച്ചിരിക്കുമ്പോ അവർക്ക് എന്തെങ്കിലും സങ്കടം പറ്റിയാൽ വേണ്ട, സങ്കടം വേണ്ട, അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയാൽ ആ സങ്കടത്തിൽ നമ്മൾ കൂടെ ചേരണം. അല്ലാതെ മരണപ്പെട്ട് കബറി കൊണ്ട് വെച്ചിട്ട് അള്ളാന്റെ ഉമ്മ പോയല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോ കൊടുക്കാത്തൊരു സ്നേഹമാണ് പിന്നെ, ഇല്ലേ? മാമാരം ഗോച്ചിടോമി അരികത്തെ മണ്ണിൽ കിടക്കണ പൊന്നുമ്മ, കോയിലിൽ നീന്തിടോമി അരികത്തെ പള്ളിപ്പറമ്പിലാണെന്തുമ്മ, കുട്ടിക്കളി മാറും കാലത്തും മുമ്പാകെ വിട്ടു പിരിഞ്ഞില്ലേ ബാപ്പയും, പിന്നെ കരളിലെ മാണിക്കല്ലായി മാറത്തോളു പിച്ചതാണുമ്മ, മാസം 10ഓളം ചുമന്നുള്ളോരുമ്മ, മാടി വിളിച്ചാലി പോതിത്തന്നുമ്മ, മാനം ഭൂമിയോളം ക്ഷമപേറുമുമ്മ, മൗത്തുവരെ എന്നെ ഓർത്തെന്റെയുമ്മ, മാറന്നിട്ടാകന്നി ദേവിയുടെ പോയാലും കരളിൽ ഉണ്ടുമ്മ, ദുആ കൊണ്ട് തുടരും എന്റുമ്മ, മാനെ തേനെയെന്നുള്ള വിളിയിലെ സ്നേഹം മറക്കുന്നതെങ്ങീനാ, താലോല പാട്ടുകൊണ്ട് ഞാനുറങ്ങിയ രാവുകളേറെയും ഓർമ്മയാ. മാസം 10ഓളം ചുമന്നൊരുമ്മ. ആദ്യത്തെ മദ്രസ തന്നെ ഉമ്മയാണ്. അരികത്തി ചേർത്തിരുത്തി നമ്മുടെ കവിളത്ത് മുത്തം തന്നു. എന്ത് ചെയ്താല് സ്നേഹത്തോടെ വാരിപ്പുണർന്നു. എല്ലാ മക്കൾക്കും അറിയാം.
അവരെത്ര വഴക്കുണ്ടാക്കിയിട്ട് കിടന്നാലും ഏതു പാതിരാത്രിയായാലും ഉമ്മ പറയും, മോനേടാ ഞാൻ സഹിച്ചടാ, ഉമ്മാന്റെ മനസ്സിലൊന്നുമില്ല, നീ വന്നിട്ട് ചോറ് കഴിക്ക് ഇല്ലേ. ഇത് പറയുന്ന ഒരു ശരീരത്തിന്റെ പേര് ഉമ്മ എന്നാണ്. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും വാപ്പമാർക്കും ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. വിട പറഞ്ഞു പോയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഇതൊരു ഉഷാറിലത് നിർത്താറായ ഒരു 10-20 മിനിറ്റ് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പറയാൻ ആഗ്രഹമുള്ള ഉമ്മമാരല്ല, ആണുങ്ങളോടാണ്. പറയാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. താഴ്ത്തിയിട്ടുള്ള വാപ്പമാരൊക്കെ ഒന്ന് പൊരുത്തപ്പെടണേ. അള്ളാഹു ഈ ഉയർത്തിയിട്ടുള്ള കരങ്ങൾ കൊണ്ട് ഹബീബിന്റെ ഹൗദുൽ കൗസർ മേടിച്ചു കുടിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല തരട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ, ഉമ്മാനെയും വാപ്പാനെയും ഒരിക്കലും മറക്കരുത്. എവിടെ നമ്മളെത്തൂല, ഒരു സ്ഥലത്ത് നമ്മളെത്തൂല. അൽഹംദുലില്ലാഹ്. മക്കൾ ഇനി എത്ര വളർന്നാലും ഉമ്മ തന്നെയാണ്. നമ്മളിപ്പോ ഇപ്രാവശ്യത്തെ നമ്മുടെ ഉംറയ്ക്ക് പോയപ്പോ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇതിനകത്ത് അങ്ങനെ പെട്ടുപോയി. ഞാൻ അങ്ങനെ ഉമ്മാനെ വിളിച്ചില്ല. നമ്മുടെ ഇവിടെ ഉണ്ടെന്നോ നമ്മുടെ ബഹുമാനപ്പെട്ട സമദുക്ക. ഞാൻ സമദുക്കാനോട് പറഞ്ഞു, ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടില്ല, ഒരു നമ്പർ കിട്ടണം. പെട്ടെന്ന് പറഞ്ഞു ഉമ്മാനെ വിളിച്ചോളാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് വിളിച്ചു. പിന്നെ ബസ്സിൽ കയറിയപ്പോ വീണ്ടും മൂപ്പര് ഇങ്ങോട്ട് ഫോൺ തന്നിട്ട് ഉമ്മാനെ വിളിച്ചോളിന്നാണ്. അതൊക്കെ ഒരു സ്നേഹമല്ല. അള്ളാഹു നമ്മുടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ. അള്ളാഹു തആല സ്വർഗം തരട്ടെ. ഈ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴ അള്ളാന്റെ റഹ്മത്താണ്. അള്ളാഹു മഴ പെയ്യുമ്പോൾ ദുആക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമ്മുടെ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു മർഹമത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഉമ്മ തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ കോടികൾ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മാക്കൊരു വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മാക്ക് സ്വന്തമായിട്ടൊരു വാഹനം മേടിച്ചു കൊടുത്തു, അതിലും കാര്യമില്ല. മേടിച്ചു കൊടുക്കണ്ടെന്നല്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഇടയില് നമ്മുടെ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ബക്കറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മക്കും ബാപ്പക്കും വേണ്ടി നല്ല ഒരു ഹദിയ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കണം. ഇൻഷാ അല്ലാഹ് 10 മണിയായി. ഒരു 10:20 ആവുമ്പോ 10:30 ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് സ്വലാത്ത് ചൊല്ലി നമ്മൾ പിരിയും. ഇൻഷാ അല്ലാഹ് ഒരുപാട് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ വന്ന ക്ഷീണമൊക്കെ എനിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നല്ലൊരു ഹദിയ ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നതിൽ നല്ലൊരു ഹദിയ ഇൻഷാ അല്ലാഹ് ബക്കറ്റിലേക്ക് നിങ്ങൾ ഇടണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മ തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാനൊന്നുമില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില് വീടിന്റെ കത്തട്ടിൽ ഉമ്മ കിടന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്തുവെന്ന് പറഞ്ഞ് ഉമ്മാന മകനവിടന്ന് ചുമക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മാന ചുമന്നിട്ട് കൊണ്ടുപോവുകയാണ്. ആരും കടന്നു വരാത്ത വിജനമായ ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ടോ ഒരു പാറയുടെ പുറത്ത് ഉമ്മാന ഇരുത്തിയിട്ട് തിരിച്ചു നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തിരിച്ചു വരുമ്പോ ഈ മകനിക്ക് വഴിതെറ്റുകയാ. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, 27 പ്രാവശ്യം വഴിതെറ്റുമ്പോ വീണ്ടും ഉമ്മയുടെ അരികത്തേക്കാണ് വന്നു ചേരുന്നത്. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, ഉമ്മ നിനക്ക് വഴി പറഞ്ഞു തരാ. ആ സമയത്ത് പറഞ്ഞു, തള്ളേ നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഉടൻ തന്നെ മകൻ പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ തിരിഞ്ഞുപോയി 17 കഴിഞ്ഞ് 18 കഴിഞ്ഞ് 23ാമത്തെ പ്രാവശ്യവും ഏതായാലും ഇനി തള്ളയുടെ വാക്കൊന്ന് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പാറയുടെ പുറത്ത് കൊണ്ടിരുത്തിയ ഉമ്മാന്റെ അരികിലേക്ക് ഒന്ന് കടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒന്ന് വഴി പറഞ്ഞു തരാമോ എന്ന് പറയുന്ന സമയത്ത് ഉമ്മ പറയാ, മോനെ എന്റെ മുമ്പിൽ കാണുന്ന ഈ പച്ച ഇലകളെ കണ്ടോ? ഈ പച്ച ഇലകളെ ഉമ്മ കഷ്ണം കഷ്ണമാക്കി ഇട്ടിട്ടുണ്ട്. ഇത് വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴേ ഉമ്മ വിരിച്ചിട്ടതാണ്. അതുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കിയിട്ട് കടന്നു പോവുക. ആ പച്ച ഇലകളെ കഷ്ണമാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തുകൂടെ മകനൊന്ന് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്
വീടിന്റെ വെളിച്ചം കാണുകയാണ്, തിരിച്ചു ഓടുകയാണ്. ഉമ്മാന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് തുരുതുരാ മുത്തം കൊടുക്കുകയാണ്. എന്റെ ഉമ്മ കരയല്ല, എന്റെ ഉമ്മ വേദനിക്കല്ല, എന്റെ ഉമ്മ സങ്കടപ്പെടല്ല എന്ന് പറഞ്ഞ് കവിൾത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് ഉമ്മയെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയെങ്കില് ഉമ്മ തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ നബി തങ്ങളോട് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഇബാദത്ത് സ്വീകരിക്കണോ, ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തമുണ്ടാവുക. അവസാനം നബി തങ്ങൾ പറഞ്ഞ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഈ ഒരു മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്തു പിരിയുമല്ലോ. നബി തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഏതാ? അല്ലാഹനെ ഇഷ്ടപ്പെടണോ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണോ, ഉമ്മാനെ ഇഷ്ടപ്പെടണോ, പാപ്പാനെ ഇഷ്ടപ്പെടണോ. ഉൽഖുറുൽ മനിയ, മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിലൂടെ വന്ന് കൊണ്ടുവരിക. ഇന്ന് കാണുന്നവരെ നാളെ കാണൂല. അതല്ലേ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നത്. സ്വഹാബ, മരണമെന്ന് പറയുന്നത് അത് മൗനിയായ ഉപദേശകനാണ്. സ്വഹാബ, അതിന് മൈക്ക് വേണ്ട, അതിന് സദസ്സ് വേണ്ട, അതിനാരും തന്നെ വേണ്ട. അതല്ലേ നബി തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നത്. ആയിഷ, ദുനിയാവിന്റെ പുറത്തുനിന്ന് മനുഷ്യന്മാര് വിട പറയുമ്പോ അവന്റെ ആത്മാവ് സങ്കടപ്പെടുമല്ലോ, അവന്റെ ആത്മാവ് കരയുമല്ലോ. ആയിഷ, അവന്റെ ആത്മാവ് സങ്കടപ്പെടും. ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്ത കാര്യം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലെ സ്വഹാബത്തിനോട് പറയുകയാണ്. ആ സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്. എന്തേ? നമ്മൾ ദുആ ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്ത് എല്ലാവരും ഒന്ന് മരണപ്പെടുന്ന രംഗമെന്ന് കണ്ണിൽ കൊണ്ടുവാ. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ദുനിയാവിന്റെ പുറത്തുനിന്ന് ഒരാൾ വിട പറഞ്ഞു പോയാൽ ഒന്നാമതെപ്പോഴാണ് കരയുന്ന എന്നറിയോ? അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് ഊരി മാറ്റുമ്പോ ഈ മരണപ്പെട്ട മനുഷ്യന്റെ ആത്മാവ് പറയുകയാണ്, എന്നെ നിങ്ങൾ പിടിച്ചു കൊലുക്കല്ല. ഇന്നഹദാ മുഖ്തരികുൻ ബിഖുറൂജിർ മലക്കുൽ മൗത്തും കൂട്ടുകാര് കടന്നു വന്നിട്ട് ശരീരത്തിന്റെ ആത്മാവ് പിടിച്ചു വലിച്ച വേദന മാറിയിട്ടില്ലല്ലോ. ഇന്ന് ഞാനും കാണും ഇവിടെ പറഞ്ഞു പോയാൽ ഷമീർ ദാരിമിയാണ് ഇവിടെ പറഞ്ഞു പോയതെങ്കില് പടച്ചവനെ, പ്രിയപ്പെട്ട ഫൈസി ഉസ്താദ് കടന്നു വന്നിട്ടോ എന്റെ കൂടെ ഉംറക്ക് വന്ന് സമതുക്കയോ സലീമിക്കയോ ആരെങ്കിലൊക്കെ കടന്നു വന്നിട്ട് എന്റെ ശരീരത്തുള്ള വസ്ത്രം മാറ്റുമ്പോ ഞാൻ അവരോട് പറയാ, നമ്മൾ ഉംറക്ക് പോയവര് ശരിയാ, ഒരുമിച്ച് നടന്നവര് ശരിയാ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് ശരിയാ. പക്ഷേ ഇപ്പൊ ശരീരം വേദനിക്കുകയാണ്, ശരീരം വല്ലാത്ത നൊമ്പരമാണ്, ശരീരം മുഴുവനും മുറിവാ. നിങ്ങൾ എന്നെ പിടിച്ചു കൊലുക്കല്ലേ. ഒന്നാമത് കരയുന്നൊരു സമയമാ ഇത്. ഷമീർ ദാരിമിക്ക് വരാനുള്ളതാണ്, നിങ്ങൾക്ക് വരാനുള്ളതാണ്, ഓരോ വീടിന്റെ കത്തട്ടിലും വരാനുള്ളതാണ്. പിന്നെയോ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് കിടത്തുമ്പോ കാല് കഴുകുമ്പോ, കൈ കഴുകുമ്പോ, ശരീരം കഴുകുമ്പോ ആത്മാവ് അവിടെ നിന്ന് കരയും. കരഞ്ഞിട്ട് പറയും, എന്നെ കുളിപ്പിക്കുന്നവരെ, എന്റെ ശരീരം തേച്ച് വൃത്തിയാക്കുന്നവരെ, എന്റെ ശരീരത്ത് വല്ലാത്ത നൊമ്പരമാണ്, എന്റെ ശരീരത്ത് വല്ലാത്ത പ്രയാസമാ, നിങ്ങളും മെല്ലത്തേക്കാമോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മൂന്നാമത് കുളി കഴിഞ്ഞിട്ട് നിങ്ങളുടെയും എന്റെയും മയ്യത്ത് കൊണ്ടുവന്നിട്ട് വീടിന്റെ കത്തട്ടിൽ ഏറ്റവും വലിയ ഹാളിൽ വെക്കുകയാണ്. അവിടെ യഥാ 3 കഷണം തുണി വിരിച്ചിട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്.
അവിടത്തേക്ക് നമ്മളെ കുളിപ്പിച്ച് കഴിഞ്ഞ് കൊണ്ടുവെക്കുകയാണ്. എല്ലാവരും കടന്നു വന്നിട്ട് കാല് പൊതിയുന്നു, കൈ പൊതിയുന്നു, അരഭാഗം പൊതിയുന്നു. ഇനി പൊതിയാറ് ബാക്കിയുള്ളത് തലഭാഗപാട്. തലഭാഗം പൊതിയുമ്പോ ഓരോ മനുഷ്യന്റെ ആത്മാവ് പറയാ ലാ തസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി. എന്റെ മയ്യത്ത് പൊതിയുന്നവരെ, എന്റെ കാല് പൊതിഞ്ഞവരെ, എന്റെ കൈ പൊതിഞ്ഞവരെ, ഇനി പൊതിയാന് ബാക്കിയുള്ളത് തലഭാഗപാട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ തലഭാഗം പൊതിയല്ലേ. ഇതവസാനത്തെ കാഴ്ചയാണ്, ഇതവസാനത്തെ കാഴ്ചയാ. അതുകൊണ്ട് പൊതിയാൻ വരട്ടെ. മിക്കവുള്ള വീടിന്റെ ഘട്ടത്തിൽ മയ്യത്ത് പൊതിയുമ്പോ ഇനി ആരെങ്കിലും കാണാനുണ്ടോ? കാണേണ്ടവര് ചിന്തിക്കണം, കാണേണ്ടവര് കാണാനുണ്ടോ എന്ന് ചോദിക്കുന്നത് വെറുതെയല്ല. ഇവിടെ യഥാ പറയുന്നെന്നെ പൊതിയല്ലേ, ഇതവസാനത്തെ കാഴ്ചയാ. ആര് കേൾക്കാനാ? ഉമ്മമാരെ, ഇതാര് കേൾക്കാനാ? തലഭാഗം പൊതിയുന്നുണ്ട്, തലഭാഗം പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. അല്ലാ അല്ലാ. വീട്ടിൽ നിന്ന് പെങ്ങളെ, വാപ്പമാരെ, നമ്മുടെ മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോവുകയാണ്. ഒരു ഭാഗത്ത് നോക്കുമ്പോ മക്കള് കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്, സഹോദരങ്ങൾ കരയുന്നുണ്ട്, കൂടപ്പറപ്പുകൾ കരയുന്നുണ്ട്. വാപ്പ ലോകത്തോട് വിട പറയുമ്പോ പാപ്പാന്റെ വേദനയില് മക്കൾ കരയുകയാണ്. അല്ലാഹുവേ, ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന എന്റെ വാപ്പ പോവുകയാണല്ലോ. ഇന്നലെ വരെ എനിക്ക് ഭക്ഷണം വെച്ചു തന്ന എന്റെ ഉമ്മ പോവുകയാണല്ലോ. ഇന്നലെ വരെ എല്ലാത്തിനും കൂടെ നിന്ന് എന്റെ ഭർത്താവ് പോവുകയാണല്ലോ. എല്ലാവരും സങ്കടത്തിലാണ്. മയ്യത്ത് കൊണ്ടിറങ്ങാൻ നേരെ ആത്മാവ് പറയാറ്, എന്നെ ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, ഒന്ന് നിൽക്കാമോ? എന്റെ വീടിന്റെ കത്തത്തിൽ ആരോ കരയുന്നുണ്ട്. അതെന്റെ മക്കളാണോ? എന്റെ ഭാര്യയാണോ? എന്റെ സഹോദരങ്ങളാണോ? എന്റെ കൂടപ്പുറപ്പുകളാണോ? ആരോ വീട്ടിന്റെ ഉള്ളിൽ കരയുന്നുണ്ട്. ഒന്നു നിൽക്കാമോ? അവരുടെ കരച്ചിൽ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആര് നിൽക്കാനാണ്? അവിടെ നിൽക്കുന്ന എല്ലാവരോടും സലാം പറയാറ്. എവിടെ പോയാലും തിരിച്ചു വരാമെന്ന് പറയുന്ന വാപ്പ, എവിടെ പോയാലും തിരിച്ചു വരാമെന്ന് പറയുന്ന മക്കള്, എവിടെ പോയാലും തിരിച്ചു വരാമെന്ന് പറയുന്നവർ ഇന്ന് അവസാനം യാത്ര പറയുകയാണ്. ഇനി വാപ്പ വരൂല, ഇനി ഉമ്മ വരൂല. ഇത് അവസാനത്തെ യാത്രയാണ്. ഇനി ഉമ്മ ഇല്ല, ഇനി ഉമ്മ ഈ വീട്ടിൽ വരൂല, ഇനി വാപ്പ വീട്ടിൽ വരൂല. വീടിന്റെ ജനാലയുടെ കമ്പിയിൽ പിടിച്ച് കരയുന്ന പെൺമക്കളോട് വാപ്പ പറയാ, മോളെ വാപ്പ പോവാണ്, ഇനി വീട്ടിലേക്കില്ലല്ലോ. എല്ലാവരും കൂടെ മയ്യത്ത് ചുമന്നിട്ട്, എല്ലാവരും കൂടെ മയ്യത്ത് ചുമന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. മയ്യത്ത് ചുമക്കുന്നവരെ വിളിക്കുകയാ. മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നവരോട് പറയാ, പല തഗുറന്നകും ദുനിയാ കമാ ഗർറതനീ. എന്റെ മയ്യത്ത് ചുമക്കുന്നവരെ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നവരെ, എന്നെ ദുനിയാവ് ചതിച്ചു പോയിട്ടുണ്ടല്ലോ. നിസ്കരിക്കാൻ സമയമുണ്ടായിട്ട് നിസ്കരിച്ചില്ല, വാപ്പയുടെ പൊരുത്തം ചോദിക്കാൻ സമയമുണ്ടായിട്ട് പൊരുത്തം ചോദിച്ചില്ല, ഉമ്മയുടെ പൊരുത്തം പേടിക്കാൻ സമയമുണ്ടായിട്ട് പൊരുത്തം ചോദിച്ചില്ല. എത്രയോ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് പൊരുത്തം ചോദിക്കാനുണ്ടായിരുന്നു, പൊരുത്തം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ ചുമക്കുന്നവരെ, നിങ്ങൾ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ.
നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് നോമ്പ് നോക്കാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ, നിങ്ങളെ ദുനിയാവ് വഞ്ചിക്കാതിരിക്കട്ടെ. എല്ലാവരും കൂടെ നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന പള്ളിപ്പറമ്പിൽ വെക്കുന്നതിന്റെ മുമ്പ് പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവെക്കുന്ന ഒരു സമയമുണ്ടല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി പോകുമ്പോ ആത്മാവൊരു ചോദ്യമാണ്, എവിടെ പോകുക? ഇന്നലെ വരെ എനിക്കൊരുപാട് തിരക്കുണ്ടായിരുന്നവനാണ്, ഇന്നലെ വരെ ഒരുപാട് അത്യാവശ്യമുണ്ടവനാണ്, ഇന്നെനിക്ക് തിരക്കില്ല, എന്റെ കച്ചവടമില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാ, ഇങ്ങനെ പോകുന്നതിന് പകരം ഞാൻ നാളെ ഇന്ന് കിടക്കുന്ന വീടുണ്ടല്ലോ, ഖബറാകുന്ന വീടുണ്ടല്ലോ, ആ വീടൊന്ന് കാണാതെ നിങ്ങൾ പോകല്ല. എത്ര ആത്മാവ് നിങ്ങളോട് പറഞ്ഞതാണ്, എന്റെ പെങ്ങളെ ഖബറിൽ കിടക്കുന്നവർക്ക് ആരാവുള്ളത്? അവിടെ മക്കളുണ്ടോ, ഭാര്യയുണ്ടോ, പേരക്കുട്ടികളുണ്ടോ, നന്മ ചെയ്യുന്നവരുണ്ടോ? അതൊക്കെ കുറവാണ്. ഭാര്യമാര് പോലും വിളിച്ചു ചോദിക്കുകയാണ്, ഇനി എന്നെ നോക്കാനാരാ? പരം പിരിച്ചുമായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചിത്വ നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. നേരിൽ വന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ ഒറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന്. പടച്ചവനെ, വീട്ടിലുള്ള ഭാര്യ പറയാ, ഇനി എനിക്കാരാ? എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, കുടുംബക്കാരുണ്ട്. ഈ കബറിലേക്ക് പോകുന്ന മനുഷ്യനിക്കാരാ ഉള്ളത്? അതുകൊണ്ട് അവർ ഓർമ്മയാ വേണ്ടുന്നത്. എല്ലാവരും കൊണ്ടുവച്ചിട്ട് മയ്യത്ത് കബറടക്കിയിട്ട് പിരിയുമല്ലോ. ആ സമയത്ത് കബറിൽ കിടക്കുന്ന വാപ്പ വിളിക്കുന്നുണ്ട്, കബറിൽ കിടക്കുന്ന ഉമ്മ വിളിക്കുന്നുണ്ട്, അല്ലാഹുവേ പൊന്നാര മക്കളെ, വനഹ്നു ഫീ ഗുർബത്തിനാ. ഈ കബറിന്റെ ഉള്ളിൽ നമ്മൾ കൂരവെട്ടിയാട് നമ്മളെ മറക്കല്ലേ, നമ്മളെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പയും ഉമ്മയും വിളിക്കുമ്പോ, നാളെ മുതലുള്ള മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് മഹാനുഭാവന്റെ പേരിൽ നടക്കുന്ന ഉറൂസാണ്. അതിനു വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നവർ സന്തോഷമല്ലേ? അതിനു വേണ്ടി 10,000 5,000 ഒരു ചെമ്പിന് 5,000 ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ പേരില് എന്റെ ഉപ്പ കബറിലാണ്, എന്റെ ഉപ്പക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നിങ്ങൾ കൊടുത്തു പോയാൽ അൽഹംദുലില്ലാഹ് അവരെത്ര സന്തോഷിക്കുമെന്നറിയോ? അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നാളെ നമുക്ക് സന്തോഷം കിട്ടണമല്ലോ, നാളെ നമുക്ക് വിജയിക്കണമല്ലോ. അതുകൊണ്ട് മുആദ്, ഈ 3 കാര്യങ്ങളോ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരട്ടെ മുആദ് എന്ന് ലോകത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞും കേട്ടതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാടൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളുമായി നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസ്മിയും ബഹുമാനപ്പെട്ട നൗഷാബാഖി ഉസ്താദൊക്കെ നിങ്ങളോട് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടുന്ന കോലത്തിൽ കേൾക്കാനും അവർക്ക് പറയാനും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറ. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ്
ഇന്നിപ്പോൾ നമ്മൾ ദ്വാരക്കാൻ പോകും. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നിപ്പോൾ നമ്മുടെ സംഘാടകരുടെ കയ്യിൽ അവരോടുണ്ട് ഒരുപാട് ആളുകൾ, നല്ല മനുഷ്യർ, മാഷാ അല്ലാ, നല്ല സംഘാടകർ സ്നേഹത്തോടെ വന്ന് കണ്ടു വിളിച്ചു, വലിയൊരു ആശ്വാസം. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കുറ്റപ്പെടുത്തല്ല, അതിപ്പോൾ എനിക്കാരും ഉസ്താദ് നമ്മൾ പോയ ചില ആൾക്കാർ ഭയങ്കര മസലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മാഷാ അല്ലാ, നല്ല റാഹത്തുള്ള സംഘാടകർ. അള്ളാഹു എല്ലാവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ പറയും അല്ലേ. ഒരു നാട്ടില് അവിടുത്തെ സംഘാടകർ വെച്ച് നമുക്കറിയാം അവിടുത്തെ ഉസ്താദിന്. അങ്ങനെയാണ് അൽഹംദുലില്ലാ. അപ്പൊ രണ്ടും ക്വാളിറ്റിയാ. ഉസ്താദിന് മുമ്പേ അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ദ്വാരക്കാൻ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് എഴുന്നേറ്റ് വരാം. എല്ലാവരും ഒന്നും ഇങ്ങോട്ട് എഴുന്നേറ്റ് ആണുങ്ങളൊക്കെ ഒന്ന് എണീറ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വരി. എല്ലാവരും വഴിയെടുത്തൊന്നും ആരും നിൽക്കാൻ, നമുക്ക് കൂടി നമുക്ക് ദ്വാരക്കണം. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. അള്ളാഹു സന്തോഷവും സമാധാനം തരട്ടെ. അള്ളാഹു എത്തിച്ചേരട്ടെ. ഈമാനിന്റെ മാധുര്യം അള്ളാഹു തആല നൽകട്ടെ. മാഷാ അല്ലാ. എല്ലാവരും കൊണ്ട് പോരി. ഒരുപാട് പറയണത് കൊണ്ട് വാപ്പമാരെ, എന്നാലും ഉസ്താദിനൊക്കെ അറിയാം അവസ്ഥ. പോയിട്ടൊന്നാൾ 2 ദിവസത്തെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. എന്നാലും ഇവിടെ നിന്ന് കേട്ടപ്പോൾ, ഞാൻ ഇവിടാന്ന് കേട്ടപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ അലീൽ കുഫി തങ്ങളുടെ പരിപാടി കേട്ടപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ഇവിടെ വരികയും ദ്വാരൊക്കെ ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടപ്പോ വലിയ ഒരു സന്തോഷം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാഷെ ഞാൻ ഇന്ന ദിവസം നാട്ടിലേക്ക് എത്തും, ഇൻഷാ അല്ലാ വീട്ടിൽ പോകാതെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അതേപോലെ അൽഹംദുലില്ലാ എത്തി. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എന്താ തൻവീറെല്ലാം പറയണ്ട അല്ലേ? ഇൻഷാ അല്ലാ. ഇവിടെ ആക്സിഡന്റിൽ മരണപ്പെട്ട ആളുടെ കഥ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അല്ലാഹു തആല സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹു ഈമാനിന്റെ മാധുര്യം അല്ലാഹു തആല നിറച്ചു കൊടുക്കട്ടെ. ഹൈറായ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. ഇവിടെ ഞാൻ സമതൊക്കെ വന്നില്ലേ? ഞാൻ നിങ്ങളിങ്ങനെ ഉണ്ടാന്ന് നോക്കാം. സലീമൊക്കെ ഒന്നും വന്നില്ലേ? മാഷാ അല്ലാ. അല്ലാഹു തആല കബൂലാക്കട്ടെ. അബൂബക്കർ കണ്ടില്ലേ മുങ്ങിയ? അപ്പൊ നാളെ ഇൻഷാ അല്ലാ എല്ലാവരും ഒരു ചെമ്പിന് 5000 രൂപ വീതം ഇൻഷാ അല്ലാ അള്ളാഹു നിങ്ങൾക്ക് തരും. കോരുന്ന കിണറ്റിൽ വെള്ളം ഉണ്ടാവുള്ളൂ, അല്ലാത്ത കിണറ്റിൽ വെള്ളം ഉണ്ടാവൂല. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണമെന്നാണ്. കാരണം ഉസ്താദുമാരൊക്കെ ഉള്ളതാണ്, അവരൊക്കെ എന്നും പറയുന്നേ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആഴ്ചയോർ ഇവിടെ വലിയ മജ്ലിസ് സ്വലാത്തൊക്കെ നടക്കുന്ന മജ്ലിസ. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്നേക്ക് എനിക്കറിയാം. ഒരു ദിവസം ഇതിന്റെ അടുത്ത് വാതിൽ നിന്ന് പെന്തൻ ഉസ്താദ് ഇന്ന് ഞങ്ങൾ വാതിലുണ്ടാവില്ല, ഞങ്ങൾ സ്വലാത്തിന്. മുഹമ്മദ് റിഷാൻ ആക്സിഡന്റായി തലയ്ക്ക് പരിക്കേറ്റ് 8 മാസമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആജിലായ കാമിലായ ഷിഫ അല്ലാഹു തആല കൊടുക്കട്ടെ. ഒന്നാമീൻ അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസ് കഴിയുമ്പോൾ ബോധം വന്നു നല്ല രീതിക്കായെന്നുള്ള വാർത്ത അല്ലാഹു തആല അറിയിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ മനസ്സിൽ തട്ടി നാമീൻ വരും. അപ്പൊ നാളേക്കായി നിങ്ങൾ ഇൻഷാ അല്ലാഹ് അവർക്ക് കൊടുക്കണം. ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് ഒരു പൈസ എന്താണ് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ. അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനേ. സന്തോഷം നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ യാ അല്ലാഹ് മഹ്ശറയിൽ നീ അവരെ പിടിച്ചു നിർത്തല്ല റബ്ബേ. അല്ലാഹുവേ മരുന്നും ഗുളികയും മേടിക്കാൻ പോയി നിൽക്കുന്നൊരവസ്ഥ വരുത്തല്ല പടച്ചോനെ. അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാ റബ്ബേ, ചോദിക്കാൻ തന്നെ അർഹതയില്ല റബ്ബേ. അത്രമേൽ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. നീ
ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ അല്ലാഹുവേ, ഇവിടെ നിൽക്കുന്ന പലരുടെയും മനസ്സിന്റെ ഉള്ളിൽ നൂറ് നൂറ് നീറുന്ന പ്രയാസങ്ങളുണ്ട് പടച്ചോനെ. യാ അല്ലാ, എല്ലാവരുടെ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാ, എല്ലാവരുടെ ദുഃഖങ്ങളെയും മാറ്റണേ അല്ലാ, എല്ലാവരുടെ വേദനകളെയും നീ മാറ്റണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ റഹ്മാനെ, മരുന്നും ഗുളികയും കഴിച്ചു കഴിച്ചു മടുത്തു റബ്ബേ. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ നിൽക്കുന്ന, അവിടെ ഇരിക്കുന്ന ഉമ്മമാരുടെ വാപ്പമാരുടെ കൂട്ടത്തില് ആരെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ, എല്ലാ സങ്കടങ്ങളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ ദുഃഖങ്ങളെയും മാറ്റണേ അല്ലാ. പടച്ചോനെ, മരിക്കുന്നത് വരെ ഒരു മഖ്ലൂക്കിന്റെ മുമ്പിലും കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നത് വരെയും ഒരാളുടെ മുമ്പിൽ കൈനീട്ടുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ പൊന്നുമക്കളെ പെട്ടെന്ന് അനാഥ മക്കളാക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരെ പെട്ടെന്ന് വിധവകളാക്കല്ല റബ്ബേ. അല്ലാഹുവേ, അവര് പാപങ്ങളാണ് റഹ്മാനേ. അവർക്കൊക്കെ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇവിടെ പറഞ്ഞു പോയവരുടെ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം ഞങ്ങളുടെ ഔറത്തിന്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ കൈ നടത്തുന്ന രോഗം തരല്ല അല്ലാ, കിടത്തിക്കളയുന്ന രോഗം തരല്ല പടച്ചോനെ. അല്ലാഹുവേ, നീ വലിയവനാണ് റബ്ബേ, നീ ഷാഫിയാണ് റബ്ബേ, നീ കാഫിയാണ് പടച്ചോനെ. അല്ലാഹുവേ, എത്രയോ കുരുന്ന മക്കൾ രോഗമായിട്ട് ഹോസ്പിറ്റലിന്റെ ഘട്ടത്തിൽ ഉമ്മ വേദനിക്കുന്ന ഉമ്മ, ഉപ്പാ വേദനിക്കുന്ന ഉപ്പ എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു മക്കൾക്കും അങ്ങനത്തെ രോഗം തരല്ലേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു മക്കൾക്കും അങ്ങനത്തെ രോഗം തരല്ലേ അല്ലാ. അല്ലാഹുവേ, നേരം വെളുത്ത് പൊന്നുമക്കൾ സ്കൂളിൽ പോകുന്നവരാണ് പടച്ചോനെ, ചീറിപ്പായുന്ന വാഹനങ്ങളാണ് റബ്ബേ. യാ അല്ലാ, ഞങ്ങളുടെ പൊന്നോമനകൾ ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. നേരം വെളുത്ത് ഉമ്മ കുളിപ്പിച്ച് ഒരുക്കി സ്കൂളിൽ വിടുന്നവരാണ്. തിരിച്ചുമ്മാന്റെ വാപ്പാന്റെ മുമ്പിൽ മക്കളുടെ മയ്യത്ത് കൊണ്ടുവച്ചവരെ കരയിപ്പിക്കല്ല പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഇന്ന് പല പനികളും പടർന്നു പിടിക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കും അങ്ങനെ വെക്കല്ലേ അല്ലാ. ഒരു സങ്കടം തരല്ലേ അല്ലാ, ഒരു വേദന തരല്ലേ അല്ലാ, ഒരു ദുഃഖം തരല്ലേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും അത് തരുന്നത് നീയാണ്, അത് മാറ്റുന്നതും നീയാണ്. അല്ലാഹുവേ, എന്തെങ്കിലും സങ്കടങ്ങൾ വന്നാൽ സഹിക്കാൻ കഴിയില്ല റബ്ബേ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, എല്ലാ സങ്കടങ്ങളെയും നീ മാറ്റണം റഹ്മാനേ, എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ അല്ലാ. പടച്ചവനെ, എന്റെ കൂടെ അല്ലാ കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തുനിന്ന് ഉംറക്ക് വന്നവരുണ്ട്. ഇന്നലെ എന്റെ കൂടെ ഉംറ കഴിഞ്ഞ് സമതുക്കയെ കണക്ക് സലീമക്കയൊക്കെ കണക്ക് ഒരുപാട് സഹോദരിമാർ ഈ ഭാഗത്തുനിന്ന് ഉംറ കഴിഞ്ഞിട്ട് ഇന്നലെ എന്റെ കൂടെ വന്നിറങ്ങിയവരുണ്ട്. അവരുടെ ഉംറകൾ മഖ്ബൂലും മബ്റൂറുമാക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അതിൽ പനിയുള്ളവരുണ്ട്, ചുമയുള്ളവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനേ. ആരൊക്കെ എപ്പോഴൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, നീ തട്ടിക്കളയല്ലേ അല്ലാ. പടച്ചോനെ, എപ്പം വന്നാലും ഓടി വന്നൊരു കൂടപ്പറപ്പിനെ പോലെ 10-15 കൊല്ലമായി എനിക്ക് സന്തോഷം തരുന്ന ചെറുപ്പറമ്പിലുള്ള നസീർ എന്ന് പറയുന്ന സഹോദരനുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളെ കബൂലാക്കണേ അല്ലാ. അല്ലാ, നമ്മുടെ പ്രിയപ്പെട്ട മുദർരിസ് ഉസ്താദിനെ കബൂലാക്കണേ അല്ലാ. മാഷ് ഉൾപ്പെടെയുള്ള മഹല്ല് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇതിന്റെ മുഴുവൻ സംഘാടകരെയും സ്വീകരിക്കണേ അല്ലാ. ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ നല്ല മക്കളാക്കണേ അല്ലാ. പടച്ചോനെ, കാരുണ്യവാനായ അല്ലാ, നല്ലതുപോലെ ശബ്ദവും വെളിച്ചവും തന്നവരുടെ സൗണ്ട്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. സ്വലാത്ത് ചൊല്ലിയിട്ടേ പോകാവൂ, എങ്കിലും നമ്മുടെ സദസ്സിന് ഒരു ബറക്കത്തുണ്ടാവും. അൽഹംദുലില്ലാ. ഇവിടെ അതുപോലെ തന്നെ മയ്യത്തൂർ പരിപാലന ക്ലാസ്സൊക്കെ നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം ബഹുമാനപ്പെട്ട റംസീന ടീച്ചർ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നിങ്ങൾ എൻ്റെ ഉമ്മമാർ മുഴുവനും വരണം. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉറക്കെ ചൊല്ലിക്കേ സല്ലല്ലാഹു അലാ മുഹമ്മദ് മണിമുത്തേ മദീനയിലാണോ മന്ദാര ചെപ്പിണ്ടഴകാണോ സല്ലല്ലാഹു അലാ നബിയേ കാരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിൽ ഇല്ല തണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാനും ദുആരക്കും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഉറൂസ് മുബാറക്കിന്റെ 4-ാം ദിവസം നാളെ വൈകുന്നേരം കൂട്ട സിയാറത്ത് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന അബ്ദുൽ ബാരി ഫൈസി അവറുകളാണ്. തുടർന്ന് മഹരിബിന് ശേഷം സ്വലാത്ത് വാർഷികം നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ചെറുമൂത്ത് ഉസ്താദാണ്. നിങ്ങളേവരെയും ഹൃദ്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന് അകത്തും പുറത്തും പതിനായിരങ്ങളുടെ മനസ്സ് കവർന്ന അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം നാളെ മഹരിബിന് ശേഷം മുഖ്യപ്രഭാഷണം നടത്തുകയാണ്. നിങ്ങളേവരെയും ഹൃദ്യമായി ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാളെ അസറിന് ശേഷം കൂട്ട സിയാറത്ത് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന അബ്ദുൽ ബാരി ഫൈസി അവറുകളാണ്. മഹരിബിന് ശേഷം സലാത്ത് വാർഷികം നേതൃത്വം നൽകുന്നു ബഹുമാനപ്പെട്ട ശൈഖുന ചെറുമൂത്ത് ഉസ്താദ് അവറുകളാണ്. പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഉറൂസിനോട് അനുബന്ധിച്ച് നടക്കുന്ന മയ്യത്ത് പരിപാലന ക്ലാസ് വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്ലാസ് നടക്കുകയാണ്. ആ ക്ലാസ്സിലൊക്കെ നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. കേരളത്തിന് അകത്തും പുറത്തും പതിനായിരങ്ങളുടെ മനസ്സ് കവർന്ന അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം നാളെ മഹരിബിന് ശേഷം മുഖ്യ പ്രഭാഷണം നടത്തുകയാണ്. നിങ്ങളേവരെയും കൃത്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.